ദിവ്യ ഒരു വിശ്വാസിയാണോ? ആണ്. ദിവ്യയെ സ്വാധീനിച്ച വ്യക്തി ആരാ ഏറ്റവും കൂടുതൽ? എന്റെ അമ്മയും അച്ഛനുമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുത്തി ചോദിച്ച് ആൾക്കാരെ കൂട്ടുന്നുള്ളതല്ല ഇതിന്റെ ലക്ഷ്യം. അതായത് ഇതൊക്കെ കുട്ടികൾക്കൊരു പാഠമാകും. റീന, നിങ്ങളുടെ നാട്ടിലേക്ക് കുട്ടേട്ടൻ വലിയ ഫേമസ് ആണോ? എല്ലാവർക്കും ഭയങ്കര എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഇതൊരു പഴയ സംഭവ കഥയാണ്. ഒരു സ്ഥലത്തൊരു മിടുക്കനായ കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ മിടുക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ 24 മണിക്കൂറും വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും. വീട്ടിലൊക്കെ വലിയ ശല്യമായി. കുറെ കാലം കഴിഞ്ഞപ്പോൾ അവനെ ഒരു ആഗ്രഹം പറഞ്ഞു, അമ്മ എനിക്ക് ഡോക്ടർ ആകണം. എന്തിനു നീ ഡോക്ടർ ആകണം എന്ന് അമ്മ ചോദിച്ചപ്പോൾ അവന് മറുപടി ഇല്ല. പക്ഷെ ആരോ പറഞ്ഞു കൊടുത്തു ഡോക്ടർ ആകുന്നതാണ് നല്ലതെന്ന്. അപ്പൊ അമ്മ ഒരു കാരണവശാലും നീ ഡോക്ടറായി കഴിഞ്ഞാൽ രോഗികളുടെ ആപ്പീസ് കൂട്ടിപ്പോകും എന്ന് അമ്മ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം അടുത്തുള്ള ഒരു കക്ഷി അവരുടെ വീട്ടിൽ വന്നു. അയാൾ ഈ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തൊരു ബ്രോക്കറാണ്. അയാൾ പറഞ്ഞു ഈ കുട്ടിയെ തീർച്ചയായിട്ടും MBBS അയക്കണം. അയച്ചു കഴിഞ്ഞാൽ അവൻ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആകും എന്ന് പറഞ്ഞു. ഈ ബ്രോക്കറിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി അമ്മ ഈ കുട്ടിയെ ഡോക്ടറാക്കാൻ തീരുമാനിച്ചു. ഒരു തല്ലിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഈ ബ്രോക്കർ തന്നെ അഡ്മിഷൻ വാങ്ങിച്ചു. MBBS ഒക്കെ കടന്ന് ഈ ബ്രോക്കർ തന്നെ അടുത്തൊരു ആശുപത്രിയിൽ ജോലിയും വാങ്ങിച്ചു കൊടുത്തു. ജോലി വാങ്ങിച്ചു കൊടുത്ത് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ബ്രോക്കർക്ക് അസുഖം വന്നു. അയാൾ ഈ ആശുപത്രിയിൽ അഡ്മിറ്റായി. അസുഖം ഗുരുതരമായപ്പോ ഇന്റൻസീവ് കെയർ യൂണിറ്റിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ സീനിയർ ഡോക്ടർ അയാളെ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ഈ പറഞ്ഞ വിദ്യാർത്ഥി ഉണ്ടല്ലോ, ഈ വീഡിയോ ഗെയിംകാരൻ, അയാളെ തന്നെ കാവലേൽപ്പിച്ചു. ഒരു ദിവസം രാത്രി ഒരു ചെക്കിങ്ങിന് സീനിയർ ഡോക്ടർ വരുമ്പോൾ ഇദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ വെന്റിലേറ്ററിന്റെ കണക്ഷൻ ഊരിയിട്ടിട്ട് മൊബൈൽ കുത്താനുള്ള ചാർജർ കുത്തിയിട്ട് ഡോക്ടർ ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്നു. അതാ പറയുന്നത്, ഓരോരുത്തർക്ക് അർഹതപ്പെട്ട സ്ഥലത്തെ ഓരോരുത്തരെ ഇരുത്താവൂ. ഈ ഒരു നല്ല സന്ദേശം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മത്സരം. ആരാണ് ഈ വേദിയിലേക്ക് വരുന്നത്? വരുന്നു മൈജി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് ഏറ്റുമാനൂരിൽ നിന്ന് ദിവ്യ. യെസ്. പുഞ്ചിരിയിൽ വിരിയുന്ന പോസിറ്റീവ് എനർജിയാണ് പ്രതിസന്ധികളിൽ നിന്നും പ്രതീക്ഷകളിലേക്ക് ഏറ്റുമാനൂർ സ്വദേശിനി ദിവ്യയെ മുന്നോട്ട് നയിക്കുന്നത്. IT പ്രൊഫഷന്റെ ടെൻഷനു പകരം ദിവ്യയുടെ മുഖത്ത് എപ്പോഴും വിടരുന്നത് സൗന്ദര്യത്തിന്റെ സൗഹൃദം നിറയുന്ന ഈ ചിരിയാണ്. വ്യക്തിജീവിതത്തിലെ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത് തന്നെ ദിവ്യയെ വ്യത്യസ്തയാക്കുന്നു. വിട്ടുപിരിയലിന്റെ ഏകാന്തതയായിരുന്നു വിവാഹം ദിവ്യയ്ക്ക് സമ്മാനിച്ചത്. മനസ്സ് പതറിപ്പോയ ആ അനുഭവങ്ങളിൽ നിന്നും ജീവിതം തിരിച്ചു പിടിച്ചത് ഈ പുഞ്ചിരിയിലൂടെയും പിന്നെ യോഗയുടെ ശാന്തതയിലൂടെയുമായിരുന്നു. ഏറ്റുമാനൂർ മാനാട്ട് ശാന്തി ഭവനിൽ സുരേഷ് കുമാറിന്റെയും ചന്ദ്രികയുടെയും മകൾക്ക് അനുജത്തിയായി ദേവികയുമുണ്ട്. B.Pharm പഠനം കഴിഞ്ഞ ദേവികയുടെ ഭാവി ജീവിതത്തിന്റെ കരുതലും ഈ ചേച്ചിയുടെ മനസ്സിൽ നിറയുന്നു. അമ്മൂമ്മയും റിട്ടയർഡ് അധ്യാപികയുമായ രാധാമണിയും ദിവ്യയുടെ ജീവിതയാത്രകളിൽ പ്രാർത്ഥനകളോടെ കൂടെയുണ്ട്. കുറിഞ്ഞിപ്പൂച്ചയുമായുള്ള ഈ കൂട്ടുകെട്ടാണ് വീട്ടിലെത്തിയാൽ ദിവ്യയുടെ ഇഷ്ടവിനോദം. കുഞ്ഞിപ്പെണ്ണ്, മഞ്ഞപ്പെണ്ണ്, കിട്ടു എന്നിങ്ങനെ തനി നാടൻ പേരുകൾ ഇവർക്കിട്ടതും മറ്റാരുമല്ല. പുസ്തകങ്ങളോടും വായനയോടും വിരൽത്തുമ്പിലെ വിവര സാങ്കേതിക വിജ്ഞാനത്തോടുമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഇൻഫോസിസിൽ ജീവനക്കാരിയായ ദിവ്യയ്ക്ക് ഏറെ ഇഷ്ടം. തിരിച്ചടികളിൽ തളരാത്ത ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരിയുമായി അറിവിന്റെ വേദിയിലേക്ക് ദിവ്യ വരുന്നു. ഹായ് ദിവ്യ. ഹായ് സർ. എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷം. ഏറ്റുമാനൂർ ജനങ്ങൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു. എല്ലാവർക്കും സുഖം. ഏറ്റുമാനൂരിൽ എവിടെയാ വീട്? ഏറ്റുമാനൂര് പ്രോപ്പർ ടൗണിൽ തന്നെയാണ്. ടൗണിൽ തന്നെയാണ്. കോർട്ടിന്റെ അടുത്താണ്. ദിവ്യ ഒരു വിശ്വാസിയാണോ? ആണ്. ആണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ടോ? പിന്നെന്താ. ഓക്കെ. നിരന്തരം അവിടെയാണോ? നിരന്തരം അവിടെയല്ല. ദിവ്യ ഇപ്പോ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ IT സെക്ടറിലാണ്, ഇൻഫോസിസിൽ വർക്ക്. ഇൻഫോസിസിലെ ഒരു IT പ്രൊഫഷണൽ ആണ് താങ്കൾ? ഒരാഴ്ചയായിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ കുറെ കാലമായോ ജോലി കിട്ടിയിട്ട്? ജോലി കിട്ടിയിട്ട് 6 വർഷം കഴിഞ്ഞു.
കുറച്ചു കാലമായി. ഇൻഫോസിസിന്റെ ഏത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോ? ട്രിവാൻഡ്രത്താണ് കിട്ടിയിരിക്കുന്നത്, പക്ഷെ നമുക്കിപ്പോ ഓഫീസിൽ പോകണ്ടല്ലോ. വീട്ടിലിരുന്ന് അല്ലേ? വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സുഖമാണോ? സുഖമല്ല. അല്ലല്ലേ? ഓഫീസിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. എത്രയും പെട്ടെന്ന് ഓഫീസ് തുറക്കും. കാര്യം കേരളത്തിൽ ഈ കോവിഡിന്റെ ആക്രമണം കുറഞ്ഞു വരികയാണ്. മൊത്തത്തിൽ തുറക്കില്ല, കുറച്ചായിട്ടേ തുറക്കുള്ളൂ. കുറേശ്ശെയായിട്ട് അവര് തുറക്കും. അപ്പൊ ഇൻഫോസിസിലെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നത് നമുക്ക് ഇനി കാണാൻ പറ്റും അല്ലേ? വലുതായിട്ട് വൈകാതെ. ദിവ്യയെ സ്വാധീനിച്ച വ്യക്തി ആരാ ഏറ്റവും കൂടുതൽ? ലൈഫിൽ എന്നെ സ്വാധീനിച്ചതെന്ന് പറയാനായിട്ട് എന്റെ അമ്മയും അച്ഛനുമാണ്. അവരാണോ റോൾ മോഡൽ? റോൾ മോഡൽ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ തന്നെയാണല്ലോ എന്റെ കാര്യം പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന എന്തില്ല? എന്നിൽ തന്നെ. താങ്കളിൽ വിശ്വാസമുണ്ട്? നല്ല ആത്മവിശ്വാസമുള്ള കുട്ടിയാണ്. നല്ല ആത്മവിശ്വാസം ഇപ്പൊ ഉണ്ട് അല്ലേ? അപ്പൊ ഇരിക്കട്ടെ, നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയണം അല്ലേ? അപ്പൊ ദിവ്യ പാട്ടുകാരിയാണോ? പാട്ടുകാരിയല്ല, പക്ഷെ ഞാൻ പാടും. പാടാവൂ? കേൾക്കുന്നവർക്ക് അറിയുള്ളത്. അറിയാവൂ, നമ്മൾ ജഡ്ജ് ചെയ്യാറില്ല. ഞാൻ ജഡ്ജ് ചെയ്യാറില്ല, ഞാൻ പാടാറുണ്ട്. നല്ല കാര്യം. കൂട്ടുകാരികളൊക്കെ കേട്ടിട്ട് എന്താ പറഞ്ഞത്? ആളില്ലാതെ വരുമ്പോ എന്നെ തന്നെ വിളിക്കും എല്ലാരും. ആണോ? ഓക്കെ. അപ്പൊ പാടാൻ അറിയാം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കേണ്ടി വരും. തീർച്ചയായും പാടാം. ഇനി കൂടെ ആരൊക്കെ ഉണ്ട്? കൂടെ അച്ഛൻ വന്നിട്ടുണ്ട്, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഞാൻ ദീപ. TCS ഇൻഫോ പാർക്ക് TCS. കൊച്ചിയിലാണോ? അതെ, കൊച്ചിയിലാണ്. ഓക്കെ. എവിടെ വെച്ചാ ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയേ? ഞങ്ങള് കോളേജ് മേറ്റ്സ് ആയിരുന്നു. മൂന്നാറിലോ? അതെ, മൂന്നാറില്. ആ കോളേജ് എങ്ങനെയുണ്ട്? കോളേജ് നല്ല കോളേജ്. കെട്ടിടമല്ലേ എന്തോ വെള്ളപ്പൊക്കത്ത് ഇടിഞ്ഞ് താഴെ പോയി? അല്ലല്ല, അത് ഗവൺമെന്റ് കോളേജിന്റെയാണ്. മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ? നമ്മുടെ കോളേജ് ഇടിഞ്ഞിട്ടില്ല. ഇല്ല. ഓക്കെ. ഏതായിരുന്നു? കമ്പ്യൂട്ടർ കോഴ്സ് ആയിരുന്നു? കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇപ്പൊ താങ്കള് ഞാൻ IT പ്രൊഫഷണൽ ആണ്? അതെ. ഇൻഫോസിസിൽ പോയി നിൽക്കും? അതെ, പുള്ളി ഇൻഫോസിസിൽ, ഞാൻ TCS. ലോഹി ഉണ്ടോ ഇപ്പോഴും? അത് ശകടയാണോ? ശകട ഇല്ല, നല്ല കമ്പനിയാണ്, നല്ല ബന്ധമുണ്ട്. അപ്പൊ താങ്കൾ? ഞാൻ കുമാർ. ഞാൻ ഫെഡറൽ ബാങ്കിൽ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യണു. വീട് കൊടുങ്ങല്ലൂര്. ദീപയുടെ ഹസ്ബൻഡാണ്? ദീപയുടെ ഹസ്ബൻഡ്. എൻ്റെ പേര് സുരേഷ്. ഞാൻ പാലായില് കിസ്കോ ബാങ്കിന്റെ സേവന മേഖലയിൽ ചെറിയ താൽക്കാലിക ജോലി ചെയ്യുന്നു. ഓക്കെ. അപ്പൊ സന്തോഷം. നമുക്ക് ദിവ്യയോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം. സഹായിച്ചാലേ പുള്ളിക്ക് വെച്ചടി കയറാൻ പറ്റൂ. അപ്പൊ ഓക്കെ അല്ലേ? റെഡിയല്ലേ നിങ്ങള്? ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോ ഇനിയിപ്പോ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുമ്പോ എന്റെ അയ്യോ, കുട്ടേട്ടനെ പരിചയപ്പെടുത്തില്ല. കുട്ടേട്ടൻ ആകെ പ്രശ്നം. ഇതാണ് കുട്ടേട്ടൻ. വെൽക്കം ടു മാജി പ്രസൻസ് ഫ്ലവേഴ്സ്. ഒരു കോടിയിലേക്ക് സ്വാഗതം. അപ്പോ നന്നായിട്ട് മത്സരിക്കുക. വീട്ടിൽ ചെല്ലുമ്പോൾ 1-2 പേരോട് എന്റെ അന്വേഷണം അറിയിക്കണം. എല്ലാവരോടും കുഞ്ഞിപ്പെണ്ണ്, കിട്ടു, വിളമ്പി, പ്രത്യേകിച്ച് ഈ 3 പേരോടും എല്ലാവരോടും പറയാം. ഇവരൊക്കെ ആരാണ്? അവരൊക്കെ എന്റെ പൂച്ചയാ അല്ലേ? ഓക്കെ. കുട്ടേട്ടൻ എല്ലാം കമ്പനി അവരോടാ. ഇത്രയും കാലമായി ഞാൻ നേരെ മുന്നിൽ നിൽക്കുന്നു. എന്നോടല്ലോ ചോദിക്കത്തില്ല. ബോസിന് സുഖമാണോ? ബോസിന് ഇപ്പൊ സുഖമാണ്. ഇപ്പൊ അങ്ങോട്ട് സൂചിച്ചതേ ഉള്ളൂ. ഓക്കെ, റെഡി. കൂടുതൽ സൂചിപ്പിക്കാൻ നോക്കുന്ന. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യല്ലോ. നമുക്ക് ഇനി ഇവിടെ കുഞ്ഞിരാമൻ എന്നൊരു കക്ഷിയുണ്ട്. നല്ല സ്വഭാവം കേട്ടോ. കുട്ടേട്ടന്റെ കൂട്ടല്ല, നല്ല സ്വഭാവ. പാല് പോലെയാ. പാലായിരുന്നു ആദ്യം കൊടുത്തുണ്ടെങ്കിൽ, ഇപ്പൊ പച്ചവെള്ളമായി. ഇത്തിരി വെള്ളം കുടിച്ചാലോ? ഓക്കെ. കുഞ്ഞിരാമ, വേഗം വെള്ളം കൊണ്ടുവരിക. ഏറ്റുമാനൂർ വെയിറ്റിംഗ്. വെള്ളം കുടിക്കുക. കുഞ്ഞിരാമ, തൽക്കാലം നീ വീട്ടിൽ പോ. ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ, കുഞ്ഞിരാമനെ പോലെ ഉണ്ടാക്കാൻ പഠിച്ചോ? അത് പഠിക്കണം. കുറച്ച് കുഞ്ഞിരാമന്മാര് വേണം നമ്മുടെ നാട്ടില്. ദിവ്യ, എനിക്ക് ഏറ്റവും ചോദിക്കാനുള്ളത്, ഈ ഫ്ലവേഴ്സ് 1 കോടിയിൽ പങ്കെടുക്കാൻ ആരാ പ്രേരിപ്പിച്ചത്? അമ്മയാണ് സ്ഥിരം പ്രേക്ഷക. ഇപ്പം രജിസ്ട്രേഷൻ ഓപ്പൺ ആയപ്പോ അമ്മ എന്നോട് പറഞ്ഞു അപ്ലൈ പോയി പങ്കെടുക്കാൻ പറഞ്ഞു. അല്ലെ, വെറുതെ ഇരിക്കാതെ പോയി പങ്കെടുക്ക്. അതെ. അപ്പൊ അമ്മയുടെ ഒരു പ്രചോദനം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് എന്താ ജോലി? അമ്മയ്ക്ക് ഞങ്ങൾക്ക് വീടിനോട് ചേർന്ന് ഒരു പൊടിക്കുന്ന ഒരു മില്ലുണ്ടായിരുന്നു. ധാന്യങ്ങൾ പൊടിച്ചു കൊടുക്കപ്പെടും? പൊടിച്ച് വറുത്ത് എല്ലാം ചെയ്ത് കൊടുക്കപ്പെടും. കുഴപ്പമില്ലാതെ പോവായിരുന്നോ? കുഴപ്പമില്ലാതെ എന്താ ജോലി മില്ലില്? ഒന്നുമില്ല. അച്ഛന് സമയമില്ലല്ലോ. അപ്പൊ അമ്മ പൊടിക്കും അല്ലേ? അപ്പൊ അമ്മ എല്ലാം ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പൊ മില്ലില്ലേ അവിടെ? ഇപ്പൊ നിർത്തി. മൂന്നാറ് വെള്ളം കയറിയപ്പോഴാണോ? അല്ല. അപ്പൊ ഇനി ഒരു തീരുമാനം എടുത്താൽ മതി. അതായത് നേരെ 1 കോടിക്ക് കളിക്കണോ, അതായത് 10 ചോദ്യങ്ങളിലൂടെ, അതല്ല പതുക്കെ 20 ചോദ്യങ്ങളിലൂടെ കളിക്കണോ? പതുക്കെ കളിച്ചാ. അപ്പൊ 20 ചോദ്യങ്ങളിലൂടെ കളിച്ചാൽ മതി. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ ഏറ്റുമാനൂർ പോകുന്ന ലൈനാ. ഓക്കെ, റെഡി. ആളൊരു ധൈര്യശാലിയല്ലേ? തീരുമാനങ്ങളൊക്കെ ഒറ്റക്കെടുത്ത ആളല്ലേ? അല്ലേ? എന്നിട്ട് എന്താ ഇവിടെ നേരിട്ട് കളിക്കാത്തത്? വളരെ എളുപ്പമല്ലേ? നമ്മൾ ഇരുന്നിട്ട് കാല നീട്ടണം അല്ലെ? തറ വീഴുവോ? സാധ്യതയുണ്ട് അല്ലേ? ആഘാതം കൂടും. ആട്ടിടിക്കുന്ന എങ്ങനെയുണ്ട് ഇവിടെ കയറിയപ്പോ? ചെറുതായിട്ട്. ഇടിയുടെ ആഘാതം കൂടി വരുന്നോ?
കൂടിയില്ല, ശക്തി കൂടുന്നുണ്ട്. കുറഞ്ഞു വരുന്നു. വളരെ റിലാക്സ്ഡ് ആയിക്കോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുട്ടേട്ടന്റെ ഒരു കലാപരിപാടിയുണ്ട്. ഹാർട്ട് ബീറ്റ് ഒന്ന് നടക്കാം. ഹാർട്ട് ബീറ്റ് കുട്ടേട്ട. 1 to 9. ഓക്കെ, വലിയ മോശമല്ല, എന്നാൽ അത്ര ഭീകരമല്ല. കാരണം 170, 180 ഒക്കെ പോയിട്ട് സൂചി ഒടിഞ്ഞു പോയ കേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാമോ? 10,000 രൂപയുടെ ചോദ്യമാണ് ആദ്യം. അപ്പൊ മോണിറ്റർ വരട്ടെ. ഫിംഗർ മോണിറ്റർ. ആദ്യത്തെ ചോദ്യം 10,000 രൂപയുടെ ചോദ്യം. ഒളിമ്പിക്സ് മത്സരങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തുന്നവർക്ക് ലഭിക്കുന്ന മെഡൽ ഏതാണ്? ഓപ്ഷൻ ഇ വെങ്കലം, ഓപ്ഷൻ ബി വെള്ളി, ഓപ്ഷൻ സി സ്വർണം, ഓപ്ഷൻ ഡി പ്ലാറ്റിനം, ഓപ്ഷൻ ഇ ഡയമണ്ട്. പറയാം. സ്വർണം. കൂട്ടട്ടോ? ഉത്തരം കൂട്ടാമോ? പിന്നെ തുറന്ന് കുഴപ്പമാവരുത്. ഇല്ല, കൂട്ടുന്നു. സ്വർണം പൂട്ടി. ഓപ്ഷൻ സി പൂട്ടി. ഈ ഉത്തരം ശരിയായിരിക്കും. സ്വർണത്തെക്കാൾ മൂല്യമുള്ളതല്ലേ ഡയമണ്ട്? ആണ്, പക്ഷെ ഒളിമ്പിക്സ് സ്വർണ്ണാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എവിടെങ്കിലും ഈ ചോദ്യം വന്നു? ഇല്ല. എന്തോ എനിക്ക് ഈ ചോദ്യം ചോദിക്കാൻ തോന്നി. ചിലപ്പോൾ ദിവ്യക്ക് തെറ്റിപ്പോകാനും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഓപ്ഷൻ സി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി ശരി ഉത്തരം. അപ്പൊ 10,000 രൂപ കിട്ടിയിരിക്കുന്നു. അച്ഛാ, 10,000 രൂപ നോട്ട് ഡൗൺ. ഓക്കെ, അച്ഛന് സന്തോഷമായി. മോള് പെട്ടെന്ന് ഇൻഫോസിസിൽ വരുന്നതിന് മുമ്പ് ദിവ്യ ഏത് കമ്പനിയിലായിരുന്നു? H&R ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ്. ഒരു US കമ്പനിയാണ്. അതിനകത്ത് ബ്ലോക്ക് ഉണ്ടോ? കമ്പനിയുടെ പേര് അങ്ങനെയാണ്, H&R ബ്ലോക്ക്. നല്ല കമ്പനി. ഓക്കെ, പിന്നെ എന്തിനാണ് ആ കമ്പനി വിട്ടത്? നല്ല കമ്പനിയാണെങ്കിൽ പിന്നെ എന്തിനാ വിട്ടത്? അത് നമ്മളൊരു കരിയർ ഗ്രോത്ത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ. ഇൻഫോസിസിലെ ജോലിയാണോ കുറച്ചുകൂടെ ബെറ്റർ? അങ്ങനെയല്ല, നമ്മള് ജോലി എന്തിനാ രാജിവെച്ചത്? അത് ലൈഫിൽ ഒരു പേഴ്സണൽ ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ബ്രേക്ക് ആവേണ്ടി വന്നു. വിവാഹത്തിന്റെ പ്രശ്നമായിരുന്നു. അതെ. ഞാൻ ദിവ്യയുടെ ബയോഡേറ്റിലൂടെ കടന്നു പോയപ്പോ ദിവ്യ ഡിവോഴ്സ് ചെയ്തു. കല്യാണം കഴിച്ച് വളരെ കുറച്ച് ദിവസങ്ങൾ. എത്ര ദിവസം ഒന്നിച്ചുണ്ടായിരുന്നു? 10 ദിവസം. 10 ദിവസങ്ങൾ. എനിക്കൊന്ന് ആദ്യ ദിവസം തന്നെ ഡിവോഴ്സ് ആയ കേസുകൾ ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് ഇല്ല. അപ്പൊ 10 ദിവസം കൊണ്ട് തന്നെ ഡിവോഴ്സ് ചെയ്യാൻ കാരണം അത്രയ്ക്ക് മനസ്സിലാക്കാതെ പോയ ഒരു ദാമ്പത്യമായിരുന്നു അത്. അല്ല, 10 ദിവസം കൊണ്ട് പ്രശ്നങ്ങളൊന്നല്ല. അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തായിരുന്നു. പിന്നെ ഒരു 1 ഇയർ ജോലി എന്തായിരുന്നു? അദ്ദേഹത്തിന് ജോലി സെയിൽസിലായിരുന്നു. MBA കഴിഞ്ഞ് സെയിൽസിലായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രീലാൻസ് ചെയ്ത് ട്രെയിനർ. 10 ദിവസമേ ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. അതെ, മാട്രിമോണി വഴി. അല്ല, അദ്ദേഹം ആദ്യമായിട്ട് വന്ന കണ്ട പെണ്ണാണോ താങ്കൾ? അതോ അദ്ദേഹം കുറെ പെണ്ണ് കണ്ടതിന് ശേഷം കെട്ടിയ പെണ്ണാണോ? അല്ല, അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് വിവാഹത്തോട് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അല്ല, അദ്ദേഹവും താങ്കളുമായിട്ട് പറയാവുന്നതാണെങ്കിൽ എന്തായിരുന്നു പ്രധാന പ്രശ്നം? ഞാൻ ഇതിൽ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുത്തി ചോദിച്ച് ആൾക്കാരെ കൂട്ടുന്നുള്ളതല്ല ഇതിന്റെ ലക്ഷ്യം. അതായത് ഇതൊക്കെ കുട്ടികൾക്കൊരു പാഠമാകണം. കാരണം നമ്മൾ എടുത്തിയാടുക, കല്യാണം കഴിക്കുക, പിന്നെ 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ സലാം പറയുക, അല്ലെങ്കിൽ അയാൾ നമ്മളെ വിട്ടുപോവുക, അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന സാമൂഹ്യ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ആളുകളെ പരമാവധി ബോധവൽക്കരിക്കുക എന്ന് പറയുന്ന ചരിത്ര ദൗത്യം കൂടിയാണ് ഫ്ലവേഴ്സിന് കൂടി ഏറ്റെടുത്തത്. പക്ഷെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും സാർ, അത് കേരളത്തില് നടക്കുന്ന കാര്യമാണ്. പരസ്യമായിട്ടും രഹസ്യമായിട്ടും അത് ശീലമായി പോയി. അതില്ലെങ്കിൽ മലയാളിക്ക് ഒരു സന്തോഷം. സ്ത്രീധനമായിരുന്നു ഇതിലെ വില്ലൻ. സ്ത്രീധനം തുടക്കത്തിൽ ഒരു വില്ലനായിരുന്നു. നല്ല, പിന്നെ ഫാമിലി വൈസ് നമുക്ക് ഒട്ടും ചേർന്ന് പോകാൻ പറ്റാത്തൊരു, എന്നുവെച്ചാൽ നമ്മൾക്ക് ഞാൻ വളർന്ന സാഹചര്യവും അദ്ദേഹം വളർന്ന സാഹചര്യവും രണ്ടും രണ്ടാണ്. ദിവ്യയുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എങ്ങനെയാ? സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കാൻ അനുകൂലമാണോ ആ സമ്പ്രദായത്തെ? ഒരിക്കലും അല്ല. താങ്കൾ സമൂഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ. അതെ. ഇപ്പം ഉള്ളവര് കൊടുക്കുന്നു, ഇല്ലാത്തവർക്ക് അപ്പൊ അതനുസരിച്ച് ചെയ്യേണ്ടി വരുന്നു. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തോട് ഇയാൾ താല്പര്യം കാണിക്കുമ്പോൾ അതിന് അനുകൂലമായ നിലപാട് എന്തിനാ എടുത്തത് ദിവ്യ? ഇല്ല, അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഒരു കല്യാണത്തിന് ചോദിച്ചോണ്ടിരുന്നോ? ഇല്ല, പുള്ളി പ്രശ്നം ചോദിച്ചോണ്ടിരിക്കുന്നു എന്നല്ല, നമുക്ക് ഒരു അല്ലെങ്കിൽ കുറഞ്ഞു പോയി എന്നുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു ഇതുണ്ടാവും. വീട്ടുകാർക്കാണോ അത് പ്രശ്നം? അതോ വീട്ടുകാർക്കായിരുന്നു മെയിനായിട്ട്. വീട്ടിൽ പോയി നിന്നു. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച തോറും ഞാൻ വരുമായിരുന്നു. വെള്ളിയാഴ്ച വരും, തിങ്കളാഴ്ച. അച്ഛനോടും അമ്മയോടും പറഞ്ഞു പ്രശ്നമുണ്ട്? തുടക്കത്തിൽ പറഞ്ഞില്ല, ഒരു 5-6 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും മാത്രമല്ല, ദിവ്യയെ എന്തോ വിദേശത്ത് കൊണ്ടുപോകാൻ, ഗൾഫിൽ നാടുകളിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു അല്ലേ? ആദ്യം അങ്ങനെയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് താങ്കളോട് ജോലി രാജിവെച്ചോളാൻ പറഞ്ഞു. അതായത് പോവാം, ഒരു 2 months ആദ്യം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, പോവാം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരു IT സെക്ടർ ആകുമ്പോൾ ഒരു 2 months മുന്നേ നമ്മൾ റിസിഗ്നേഷൻ ഇടണമല്ലോ. അഡ്വാൻസ് നോട്ടീസ് കൊടുത്തു. രാജിവെക്കാനുള്ള നോട്ടീസ് കൊടുത്തു. പകരം ആളെ എടുത്തു.
എല്ലാം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ പോകാൻ പറ്റിയില്ല. അപ്പം ഒരു 1 month കൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമുക്കും ചെലവുകളുണ്ട്. എനിക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റില്ലല്ലോ, വീട്ടില് ചില്ലറ വരുമാനം അല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അതനുസരിച്ച് അപ്പൊ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി. അപ്പൊ അതനുസരിച്ച് എനിക്കും ദേഷ്യം വരും. വീട്ടിൽ നിന്നാ പോലെ ദിവ്യയോടുള്ള ആദരവ് എന്താന്ന് വെച്ചാൽ ദിവ്യയുടെ കല്യാണത്തിന്റെ പൈസ ദിവ്യ തന്നെ ജോലി ചെയ്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. കുറെയൊക്കെ ബാക്കി കുറച്ച് കടമൊക്കെ ഉണ്ട്. കല്യാണത്തോടനുബന്ധിച്ച് കുറച്ച് ഫൈനാൻഷ്യൽ കല്യാണം കഴിച്ച കേരളത്തിലെ അപൂർവ സ്ത്രീകളിൽ ഒരാളാണ്. കുറച്ചുകൂടെ ലയബിലിറ്റീസ് ഉണ്ട്. അത് അതൊക്കെ അഭിമാനമുള്ള നിമിഷങ്ങളാണ് ജീവിതത്തിൽ. അപ്പൊ നമുക്ക് ബാക്കി കാര്യം പിന്നീട് പറയാം. ഇനി നമുക്ക് 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 20,000 മോണിറ്റർ. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ കവുങ്ങ്, ഓപ്ഷൻ ബി ഈട്ടി, ഓപ്ഷൻ സി തേക്ക്, ഓപ്ഷൻ ഡി മാഞ്ചിയം, ഓപ്ഷൻ ഇ തെങ്ങ്. കൽപ്പവൃക്ഷം. ഓപ്ഷൻ ഇ തെങ്ങ്. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. തെങ്ങ് ചതിക്കുവോ? ചതിക്കില്ല. ഇല്ല. ഇന്നിപ്പോ ഞാൻ എന്റെ ചോട്ടിലെങ്ങും പോയി നിൽക്കരുത്, തേങ്ങാ വീഴും. ഓപ്ഷൻ ഇ പൂട്ടാമോ? പൂട്ടാം. പൂട്ടിയിരിക്കുന്നു. കുട്ടേട്ടാ, ചോട്ടിലെങ്ങാനും പോയി നിന്നിട്ടുണ്ടോ? ഒരു തവണ ഒരു കരിക്ക് കുടിക്കാൻ. തലേ വല്ലതും വീണോ? ഇല്ല, ഒരു വെള്ളക്ക് വീണു, ഞാൻ കൈ കൊണ്ട് തട്ടിക്കളഞ്ഞു. ഓക്കെ, താങ്ക് യു. വേണ്ട, എന്തെല്ലാം അനുഭവങ്ങളാണ് കേട്ടത്. അപ്പൊ തെങ്ങെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂട്ടിയിരിക്കുന്നു. ഞാൻ തുറക്കുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അല്ല, ഉത്തരം ശരിയാണ്. ഞെട്ടിയോ? ഞെട്ടി. ഓക്കെ, അപ്പൊ 20,000 രൂപ കയ്യിൽ കിട്ടി അല്ലേ? അപ്പൊ ജീവിതത്തിലേക്ക് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എടുത്ത തീരുമാനം, അതായത് ഡിവോഴ്സ്, ഫിനലി ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു തീരുമാനം എടുത്തത് തനിച്ചായിരുന്നോ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ്? തനിച്ച്. എന്തുകൊണ്ട്? ഞാനല്ലേ ജീവിക്കേണ്ടത്. അതുകൊണ്ട് താങ്കൾ ജീവിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണോ? ഇനി 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകില്ല ഇങ്ങനെ? അങ്ങനെ സർ, നമ്മളൊരു ചോദിക്കുന്നത് ദിവ്യ, പല പെൺകുട്ടികളും ഒരുപാട് പീഡനങ്ങളിൽ ഭർത്തൃഭവനങ്ങളിൽ കഴിയുന്നു. നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ വലിയ ദയനീയമായ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നിരുന്നാലും അമ്മമാരും ഒക്കെ തന്നെ, അച്ഛന്മാരും ഒക്കെ പറയുന്നത്, എടി എങ്ങനെങ്കിലും നീ പിടിച്ചു നിൽക്ക് എന്ന് തന്നെയാ പറയുന്നത്. പിടിച്ചു നിൽക്ക്. അവർ പിടിച്ചു നിന്നാൽ അവരുടെ ആരോഗ്യത്തിന്റെ അസ്ഥിവാരം ഒടിഞ്ഞു. അപ്പൊ എന്നിരുന്നാലും അവർ പിടിച്ചു നിൽക്കാൻ പറയുന്നു. കല്യാണം ഒഴിയുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് വിധവ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തോട് ആൾക്കാർക്ക് പ്രശ്നമുണ്ട്. വിവാഹം ഒഴിഞ്ഞവരുടെ പ്രശ്നമുണ്ട്. അങ്ങനെ വിവാഹം ഒഴിഞ്ഞവരെയൊക്കെ അവർ കാണുന്ന വേറെ രീതിയിലാണ്. അപ്പൊ അങ്ങനെയുള്ള വെല്ലുവിളികളെയൊക്കെ കടന്നു പോകാം എന്ന് തീരുമാനിച്ച ആത്മവിശ്വാസം കൊണ്ടും ധൈര്യം കൊണ്ടുമാണ്. ഇത് വല്ലതും ഒരു ചലഞ്ചായി മാറിയോ? പിന്നെ തീർച്ചയായിട്ടും അതൊരു ചലഞ്ച് ആയിരുന്നു. അദ്ദേഹത്തോട് എപ്പോഴാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? വി കാൻ ഞങ്ങൾ മ്യൂച്വൽ ആയിട്ട് എടുത്ത തീരുമാനമാണ്, അല്ലാതെ അടിപിടി ആയിരുന്നു. കല്യാണം കഴിച്ചോ? അദ്ദേഹം മാരീഡ് ആണ്. അപ്പൊ ദിവ്യ അതിനു മുമ്പേ കല്യാണം കഴിക്കാൻ ശ്രമിച്ചോ? ഇല്ല. കല്യാണം കഴിച്ചില്ലല്ലോ. പിന്നെ ഇല്ല. അപ്പൊ ഇനിയുള്ള ഐഡിയ എന്താ? കല്യാണം കഴിക്കും, പക്ഷെ ഞാനൊന്ന് സ്റ്റേബിൾ ആയിട്ട് പിന്നെ നമുക്ക് പറ്റിയ ഒരാൾ വന്നു കഴിയുമ്പോൾ കല്യാണം കഴിക്കും. പ്രൊപ്പോസൽസ് ഒരുപാട് വന്നോ? പിന്നെ വന്നിരുന്നു കുറെ. ഈ കല്യാണം ഇങ്ങനെ നമ്മൾ ഡിവോഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ലൈവ് ബോട്ടുമായിട്ട് വരുന്ന ഒരുപാട് പേര് കാണും. പിന്നെ ഈ ഒരുപാട് ഞാനൊന്ന് രക്ഷപ്പെടുത്തി കളയാം എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാർ സമീപിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ചിറകടിച്ചു വരും അല്ലേ? പിന്നല്ലേ, പറന്നു വരും. ആ പറന്നു വരുന്നവരോട് എന്താ പറയുന്നത്? അതേ സ്പീഡിൽ തന്നെ ഓടിക്കല്ലേ? അത് അല്ല, ചിലപ്പോ അതിനിടയിലെങ്ങാണ് ഒരു ഉത്തമനായ അങ്ങനെ വരില്ലല്ലോ. ഉത്തമൻ അങ്ങനെ വരില്ലല്ലോ. നേരെ വരില്ലല്ലോ. ഉത്തമൻ പിൻവാതിലൂടെ വന്നാലോ? പിൻവാതിലൂടെ അങ്ങനെ വരില്ലല്ലോ. വരാൻ പാടില്ല. ഓക്കെ ദിവ്യ, ദാറ്റ് കോൺഫിഡൻസ് അത് കൈയിരിക്കട്ടെ. ഇനി നമുക്ക് 30,000 രൂപയുടെ ചോദ്യമാണ്. 30,000 rupees. ഓക്കെ സർ. മോണിറ്റർ പ്ലീസ്. ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഒരു സ്റ്റില്ല് കാണാം. ഈ മനുഷ്യനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? സിനിമാ നടനാണ്. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ആരാണ് ഈ വ്യക്തി? ഓപ്ഷൻസ് 5 ആണ്. ഓപ്ഷൻ ഇ അടൂർ ഭാസി, ഓപ്ഷൻ ബി ബഹദൂർ, ഓപ്ഷൻ സി തിക്കുറിച്ചി സുകുമാരൻ നായർ, ഓപ്ഷൻ ഡി രാമു കാര്യാട്ട്, ഓപ്ഷൻ ഇ ആലുമൂട്. ആരാണ് ഈ വ്യക്തി? ഓപ്ഷൻ ഡി ബഹദൂർ. ബഹദൂർ ഉറപ്പാണോ? ഉറപ്പാണ്. കൂട്ടിട്ടോ? ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കത്തില്ല. പിന്നെ അടൂർ ഭാസി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബഹദൂർ. ഈ സിനിമ, അദ്ദേഹത്തിന്റെ സിനിമ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? പഴയതിന്റെ ഒന്നും പേര് ഓർക്കുന്നില്ല. ജോക്കർ ഞാൻ നല്ലപോലെ ജോക്കർ കണ്ടു. കണ്ണീർ മഴയത്ത് അല്ലേ? നല്ലപോലെ കിരീട കൂടെ ചൂടി. ഓക്കെ. പടിയത്ത് കൊച്ചുമൊയ്തീൻ കുഞ്ഞാലു, അതാണ് ബഹദൂർ ആയത്. എനിക്കൊന്ന് ഇതിന്റെ പേര് മാറ്റിയിട്ട് തിക്കുറിച്ചായിരിക്കും. ഉത്തരം ശരിയാണ്. അപ്പോ 30,000 രൂപയുടെ ചോദ്യങ്ങൾ കടന്നു. തിക്കുറിച്ചിയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പേരിട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരൊഴിച്ച് മിക്കവാറും എല്ലാവരുടെയും പേര്. അപ്പൊ ഞാനൊരു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു,
ഒരു പേരിൽ എന്തിരിക്കുന്നു, രക്ഷപ്പെട്ടു പൊയ്ക്കോട്ടെ എന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നല്ല പ്രായമുള്ളപ്പോൾ തന്നെയാണ് അദ്ദേഹം കടന്നുപോയത്. അതെ. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല അദ്ദേഹം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലബാർ ഗോപാലൻ നായർ അങ്ങനെയൊക്കെ പറയുന്ന ഈ മലയാള നാടക ലോകത്തെ അധികായന്മാര് രണ്ടിരുന്ന് ഹാർമോണി പെട്ടിയും വായിച്ച് ആൾക്കാരുടെ അടുത്ത് അട്രാക്ഷൻ നടത്തിയിരുന്ന ഒരു കാലത്ത് ഇവര് ഹാർമോണി പെട്ടി, അതുപോലെ സെബാസ്റ്റ്യൻ കുഞ്ഞുഞ്ഞു ഭാഗവതർ, ഇങ്ങനെ പല ആളുകളും ഈ നാടകത്തിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും പിന്നാമ്പുറത്തേക്ക് അയച്ച് നായകൻ വേദിയിലേക്ക് ഇറങ്ങിയ നാടകത്തിന് കാരണക്കാരനായ ആളാണ്. എന്നും സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അപ്പൊ അദ്ദേഹമായിരുന്നു എല്ലാവർക്കും പേരിട്ടു. അങ്ങനെ ഇട്ടോ പേരെല്ലാം ഹിറ്റായിരുന്നു. ബഹദൂറിനെ നമ്മൾ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ താങ്കൾക്ക് 30,000 രൂപ ലഭിക്കുന്നു. ദിവ്യ 2 തവണ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പരാജയം സംഭവിച്ചെങ്കിലും 3-ാം തവണ നമ്മൾ തീരുമാനിച്ചല്ലോ. ഈ 2 തവണത്തെ തോൽവി എന്തുകൊണ്ടായിരിക്കും? അന്നായിരുന്നു ഈ കല്യാണ സംബന്ധമായ എല്ലാം ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്ന പരീക്ഷ എഴുതിയോ 2 തവണയും? ഇല്ല. മെയിൻസ് ഞാൻ KS എഴുതിയിരുന്നു, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എഴുതിയിരുന്നു. അത് പ്രിലിംസ് പാസ്സായി മെയിൻസിലേക്ക് കടന്നു, അത് കിട്ടിയില്ല, ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ഇനി ഈ പരീക്ഷ കിട്ടും. ദിവ്യയുടെ ഒരു അഭിപ്രായം എങ്ങനെയായിരുന്നു? ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കണമെന്നോ കല്യാണം കിട്ടിയിട്ട് ജോലി വേണമെന്നോ? ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കണം. അങ്ങനെയായിരുന്നു കല്യാണം കഴിച്ചത്? അതെ, എനിക്ക് കോളേജിൽ നിന്ന് തന്നെ ജോലി കിട്ടിയിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ക്യാമ്പസ്. ഈ ഡിവോഴ്സ് ചെയ്തതിനു മുമ്പ് താങ്കളുടെ അടുത്ത കൂട്ടുകാരി എന്ന് താങ്കൾ പറയുന്ന ഈ ദിവ്യയോട് പറഞ്ഞു? ഞാൻ ആ ഒരു സമയത്ത് കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ട് ഇങ്ങനെ മാറിയിരിക്കുവായിരുന്നു. കാരണം നമ്മള് ആരോടും സംസാരിക്കുന്നില്ല. ആരോടും ഞാൻ അധികം അന്വേഷിക്കാൻ സർ വിളിച്ചാ എടുക്കില്ലായിരുന്നു ആ സമയത്ത്. ആള് ഭയങ്കര ഫോൺ ഉണ്ടായിരുന്നല്ലോ. അച്ഛന്റെ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അല്ല, ആള് ടോട്ടലി ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ വിളിച്ചാ എടുക്കില്ല, നമ്മളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു. എനിക്കൊന്ന് താങ്കളെ ഒരു ചെറിയ ഡിപ്രഷൻ ബാധിച്ച പോലെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതെ. അപ്പൊ എല്ലാവരിൽ നിന്ന് അകന്ന് മാറി നിൽക്കാനും ഒറ്റപ്പെടാനും ഒരു സാധ്യത. എപ്പോഴും മൂടിയായിരിക്കുക അല്ലേ? കൂടുതൽ സംസാരിക്കത്തില്ല. ആ സമയത്ത് പൊതുവായിട്ട് ഞാൻ അങ്ങനെ സംസാരം കുറയ്ക്കുന്നു. വീട്ടിൽ വിഷമായോ? അപ്പൊ പിന്നെ നമ്മളിപ്പോ ഈ ഡിപ്രഷൻ ബാധിച്ചിരിക്കുമ്പോ തന്നെ ചില നേരങ്ങളിൽ യഥാർത്ഥമായ ജീവിതം നമുക്ക് മനസ്സിലാവൂല്ലോ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ശ്രദ്ധിച്ചായിരുന്നു? അവര് പറയും വിഷമിച്ചിരിക്കണ്ട, നല്ലൊരു തീരുമാനം, മുന്നോട്ട് പോകാത്തൊരു ബന്ധം നമ്മൾ തുടർന്നതിൽ കാര്യമില്ല. ഈ ബന്ധുക്കളൊക്കെ എങ്ങനെയാണ് ഈ അവസ്ഥയെ റിയാക്ട് ചെയ്ത്? ഇപ്പൊ താങ്കൾക്ക് ഒരു വല്ലാത്തൊരു വിഷാദഭാവം ഉണ്ട്, വിഷാദ രോഗം ചെറുതായിട്ട് പിടികൂടിയിരിക്കുന്ന സമയത്ത് ബന്ധുക്കളൊക്കെ എന്ത് പറഞ്ഞു? ബന്ധുക്കൾക്ക് ഞാൻ അഹങ്കാരിയാണ്. അഹങ്കാരി? നിങ്ങളൊരു അഹങ്കാരിയാണോ? അല്ല. ദിവ്യയ്ക്ക് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണോ ആൾക്കാർ അഹങ്കാരം എന്ന് ഡെപ്പിക്ട് ചെയ്യുന്നത്? എല്ലാം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലേ? ആണല്ലേ. ബന്ധുക്കള് എപ്പോഴും ദിവ്യയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ? എല്ലാവരും അല്ല, ചിലര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ചിലര് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്കറിയാം ഈ കാലത്ത് ഒരുപാട് ആളുകൾ ഈ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ഈ വിഷാദ രോഗങ്ങൾക്കൊക്കെ അടിമയാകുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ രോഗാക്രമത്തിൽ നിന്ന് താങ്കൾ പുറത്തേക്ക് വന്നത്? അതെ, നമ്മളിപ്പം ആ ഒരു സ്റ്റേജിൽ കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യണം. അതായത് ഒരാളെ കണ്ട് നമുക്ക് കൗൺസിലിംഗ് പോലെ നമുക്ക് പറയാനുള്ളതെല്ലാം അയാളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പം അതിനൊരു സൊല്യൂഷൻ ആ പുള്ളി തന്നെ പറഞ്ഞു തരും. അങ്ങനെ പോയോ? ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നപ്പം എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഷെയർ ചെയ്തപ്പോ പുള്ളി പറഞ്ഞു ജസ്റ്റ് സപ്പോർട്ട് ചെയ്തു നമ്മളെ. അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അല്ലെങ്കിൽ വേറെ എന്തിലേക്കും ഫോക്കസ് ചെയ്യൂ. അതിന്റെ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി മെഡിസിൻ കഴിച്ചോ? ഇല്ല, മെഡിസിന്റെ ആവശ്യം വന്നില്ല. ഡയറി എഴുതാൻ പറഞ്ഞു. ഡയറി എഴുതി? ഡയറി പിന്നീട് വായിച്ചു നോക്കിയോ? ഡയറി പിന്നീട് ഞാൻ തന്നെ കയറിക്കളഞ്ഞു. ഓക്കെ, പിന്നെ മാത്രം രസകരമായ ഒരു കാര്യം കൂടി ദിവ്യയുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അത് കഴിഞ്ഞ ചോദ്യത്തിലേക്ക് പോവാം. അതായത് കല്യാണത്തിന് എടുത്ത ആൽബം ബൈൻഡ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നപ്പം കല്യാണം ഡിവോഴ്സ് ആയി, അതിന് ശേഷമാണ് ഈ ആൽബം കൊണ്ടുവന്നത് അല്ലേ? അങ്ങനെ സംഭവം ഉണ്ടായി. സാധാരണ സിനിമയിലൊക്കെ കാണിക്കുന്നത്. അപ്പൊ എന്ത് പറഞ്ഞു ഈ ആൽബം കൊണ്ടുവന്ന ചേട്ടനോട്? ചേട്ടൻ തന്നെ വെച്ചോളാം പറഞ്ഞു. നീ എന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, കൊണ്ടുപോയി അല്ലേ? 5-8 മാസം എടുത്തു അത് വരാനായിട്ട്. ഓക്കെ, നമുക്കിനി 40,000 രൂപയുടെ ചോദ്യം, 40,000 റുപ്പീസ്. പൈസയുടെ ഒക്കെ താല്പര്യമാണോ? പൈസ കിട്ടിയാൽ ആർക്കും സാർ താല്പര്യമില്ല. അപ്പൊ ആക്രാന്തം ഉണ്ടോന്ന്? ഇല്ല, ആക്രാന്തം ഇല്ല. പതുക്കെ വിളമ്പി കഴിക്കത്തേ. നമ്മുടെ കലാഭവൻ മണിയല്ലേ പറഞ്ഞു ആക്രാന്തം വേണ്ട, വിളമ്പി തരാം അല്ലേ? റെഡി, മോണിറ്റർ. ഞാനൊരു അമ്മയെ കുറിച്ചാണ് ചോദിക്കുന്നത്. 40,000 രൂപയുടെ ചോദ്യം. ഹനുമാന്റെ മാതാവ് ആരാണ്? ഓപ്ഷൻ എ അരുന്ധതി, ഓപ്ഷൻ ബി ഗാന്ധാരി, ഓപ്ഷൻ സി കൗസല്യ, ഓപ്ഷൻ ഡി അഞ്ജന, ഓപ്ഷൻ ഇ ഉർവശി. ഓപ്ഷൻ ഡി അഞ്ജന. അഞ്ജനയാണോ? പുരാണമൊക്കെ അറിയാമോ? കുറച്ചൊക്കെ അറിയാം. കൂട്ടാമോ? കൂട്ടി. ഹനുമാന്റെ മാതാവ് അഞ്ജനയാണോ? ആഞ്ജനേയനല്ലേ. അപ്പൊ ഹനുമാന്റെ അച്ഛൻ ആരാ? വായുപുത്രൻ ഹനുമാൻ. അച്ഛൻ കേസരിയാണ്, വായുപുത്രനാണ്.
ഓക്കെ, അപ്പൊ ആഞ്ജനേയനാണ് ഹനുമാൻ, അതുകൊണ്ട് ഹനുമാന്റെ മാതാവ് അഞ്ജനയായിരിക്കും എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. എന്നാൽ താങ്കളുടെ വിശ്വാസം കാറ്റിൽ പറക്കാൻ പോകുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ 40,000 രൂപ കൈ കിട്ടും. അപ്പൊ എന്ത് തോന്നുന്നു? സുഖം തോന്നുന്നു അല്ലേ? ഇങ്ങനെ പൈസ എല്ലാ ദിവസവും കിട്ടിക്കൊണ്ട് എന്ത് രസമായിരിക്കും അല്ലേ? ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഫ്ലവേഴ്സ് ഒരു കോടിയെ കുറിച്ച് എന്താ ആലോചിച്ചത്? നാളെ ഞാൻ എന്ത് ചെയ്യും, നാളെ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു. എന്തും ചെയ്യും നമ്മളിവിടെ വന്ന് അല്ലേ? ഈ ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ കുട്ടികളൊക്കെ ഈ ഡിവോഴ്സ് ഒക്കെ ആവുമ്പം പൊതുവേ ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അച്ഛനും അമ്മയ്ക്കും ഇതൊന്ന് അന്വേഷിച്ചുകൂടായിരുന്നു എന്ന്. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എത്ര അന്വേഷിച്ചാലും ഈ മരുമകനിൽ കണ്ട പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാമായിരുന്നു. കുറച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. താങ്കൾക്ക് അന്വേഷിക്കാൻ പറ്റുമോ ഇവരെ കുറിച്ച്, ഈ വീട്ടിനെ കുറിച്ചും? കുറച്ച് അന്വേഷിച്ചായിരുന്നു. ആണോ? അല്ല, കാരണം അങ്ങയുടെയും കൂടെ ഒരു തീരുമാനമായിരുന്നു കല്യാണം. അപ്പൊ ഈ മകൾ ഇങ്ങനെ ഒരു തീരുമാനം അങ്ങയോട് പറഞ്ഞപ്പോ അങ്ങക്ക് ഉണ്ടായ ഒരു വേണ്ട കുറച്ച് നാളും കൂടെ നോക്കാം അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ? ഒന്നുകൂടെ ആലോചിക്കാൻ പറഞ്ഞു. ഇയാൾ ആള് കുറച്ച് സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. അറിയാലോ. ദീപ എങ്ങനെ ആള് സ്ട്രോങ് ആണോ? അത്ര സ്ട്രോങ് അല്ല സർ. അതെനിക്ക് മനസ്സിലായി. അതും കൂടി ഇയാൾക്ക് കോമ്പൻസേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. ഇപ്പൊ ഇനി ഒരു കല്യാണം കഴിക്കുന്നത് കാര്യം ഈ ദിവ്യ പറയുന്നത് ചില ആൾക്കാർ ലൈവ് ബോട്ടുമായിട്ട് വന്നു പറഞ്ഞില്ലേ, അവരെയൊക്കെ ആട്ടി ഓടിച്ചല്ലോ. അപ്പൊ ഈ പുതുതായിട്ട് വരുന്നവർക്ക് ഒരു ചെറിയ നമ്മളൊരു ഓപ്പണിംഗ് കൊടുക്കുക. എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു തീരുമാനം? കല്യാണം കഴിക്കും. ഓക്കെ, അപ്പൊ അല്ല കഴിക്കണം. ഈ വരുന്ന ആളെ എങ്ങനെയൊക്കെ ആയിരിക്കണം? അങ്ങനെയൊന്നുമില്ല, എനിക്ക് സംസാരിച്ച് നമുക്ക് കുറച്ചൊരു സമയം വേണം. സമയമെടുത്ത് അതിന് സംസാരിക്കാൻ സമയം തരുന്നില്ല, വരുമ്പോഴേ ആട്ടി ഓടിക്കുമല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് വരുമല്ലേ? അങ്ങനെ വേണ്ട, നമുക്ക് പരിചയമുള്ള എനിക്കൊന്ന് കുറെ സംസാരിച്ച് നമ്മുടെ മനസ്സിനൊക്കെ പാകമാകുമെന്ന് തോന്നുന്ന ആളും മതി. കല്യാണം കഴിച്ചേ പറ്റും നിർബന്ധമൊന്നുമില്ല. ഇല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ, ദിവ്യ പറയാൻ സാധ്യതയുള്ളൊരു കാര്യം. ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 5,00,000 രൂപയുടെ ചോദ്യമാണ്. 50,000 രൂപയുടെ ചോദ്യം. ഓക്കെ, ചിലപ്പോ ഇന്നായിരിക്കും നമ്മുടെ ജാതകം തെളിയാൻ പോകുന്നു. ചില ആൾക്കാരെ സൂക്ഷിച്ചെന്നുള്ളൂ. കുട്ടിയുടെ ഒരു കാര്യം പറയും. ലെവൽ 2. രണ്ടാം ലെവലിലായി. 6ാം ലെവലിലാണ് 1 കോടിയുടെ കളി. നമ്മള് തല അവിടെ മുട്ടും. മുട്ടട്ടെ, റൂപിൽ മുട്ടട്ടെ, മുട്ടി തളരട്ടെ. ഓക്കെ, നമുക്കിനി 6,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവയിൽ തല നഷ്ടപ്പെട്ടാലും ദിവസങ്ങളോളം ജീവിക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? ഓപ്ഷൻ എ മനുഷ്യൻ, ഓപ്ഷൻ ബി ആട്, ഓപ്ഷൻ സി കോഴി, ഓപ്ഷൻ ഡി പാറ്റ, ഓപ്ഷൻ ഇ പന്നി. തല നഷ്ടപ്പെട്ടാലും ദിവസങ്ങളോളം ജീവിക്കാൻ കഴിയുന്ന ജീവി. ഓപ്ഷൻ ഡി പാറ്റ. പാറ്റയ്ക്ക് അങ്ങനെയുണ്ടോ? ഉണ്ടാവണം. കൂട്ടട്ടോ? കൂട്ടിക്കോ. ഞാനൊരു സംശയം ചോദിക്കാം. തല നഷ്ടപ്പെട്ട ഈ ജീവി എങ്ങനെ ശ്വസിക്കും? അത് മൂക്കിക്കൂടെ അല്ലല്ലോ, അതിന് മൂക്കല്ലല്ലോ ഉള്ളത്, സ്കിന്നിൽ മറ്റേ പേര് ഞാൻ മറന്നുപോയി, വേറെ ഓർഗാനിക് കൂടെയാണ്, ട്രക്ക് അങ്ങനെ എന്തോ ആണ്. അങ്ങനെയാണല്ലേ? അപ്പൊ ഈ പാറ്റ ഒരു വലിയ പുള്ളിയാണല്ലോ. പാറ്റ ഒരു വലിയ പുള്ളിയാണ്. കാരണം മനുഷ്യനാണെങ്കിൽ തല പോയാൽ അതോടെ തീർന്നു. ബാക്കി എല്ലാവർക്കും അങ്ങനെയാണ്, തല പോയ പ്രശ്നം. ഓപ്ഷൻ ഡി ഞാൻ പൂട്ടിയിരിക്കുന്ന പാറ്റയാണ് തല നഷ്ടപ്പെട്ടാലും ദിവസങ്ങളോളം ജീവിക്കുന്നതെന്നാണ് ദിവ്യ എസ് പറയുന്നത്. ഹായ് ദിവ്യ, താങ്കൾ പറഞ്ഞ ഉത്തരം ഐ എം വെരി സോറി, ശരിയാ. അപ്പൊ 6,00,000 രൂപ കൈ കിട്ടി. മാത്രമല്ല, ഇതിനെ കുറിച്ച് പറയുന്നത് അണുബോംബ് വീണിട്ട് അതിന്റെ വികേന്ദ്രീകരണം ഉണ്ടായാലും, അണുബോംബ് വീണിട്ട് അതിന്റെ വികീരണം ഉണ്ടാവുമല്ലോ, അതുണ്ടായാൽ പോലും പിടിച്ചു നിൽക്കുന്ന ഏക ജീവിയായിരിക്കും. അപ്പൊ ദിനോസറുടെ കാലം മുതലുണ്ട് അങ്ങനെ പാറ്റയെ വളർത്തുക കൂടുതൽ വീട്ടില്. പാറ്റ ഇഷ്ടംപോലെ ഉണ്ടല്ലേ? എപ്പോഴെങ്കിലും താങ്കൾക്ക് ജീവിതത്തിൽ നമ്മുടെ ചില കണക്കൂട്ടൽ പിഴയ്ക്കുമല്ലോ ലൈഫിൽ. ഇപ്പൊ എല്ലാം ഒരുപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആണെങ്കിൽ പിന്നെ വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ ഈ നമ്മൾ ഈ റീവൈൻഡ് അടിച്ചിട്ട് അത് ഓർത്ത് ദുഃഖിക്കാറുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. ബാക്കോട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല, നമ്മൾ മുന്നോട്ടല്ലേ പോകേണ്ടത്. ഏതൊരു സാഹചര്യത്തിലായാലും എല്ലാവരും അങ്ങനെ തന്നെ. എന്നോട് കുട്ടേട്ടൻ പറയുമായിരുന്നു, ദിവ്യ ഇപ്പൊ ഏറ്റവും പഠിച്ചിരിക്കുന്ന പാഠം 1ാം പാഠം നോ എന്ന് പറയാനാണെന്നാണ്. പണ്ട് എസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ട് എപ്പോഴും എസ് ആയിരുന്നു. ഇപ്പൊ എല്ലാം ടോട്ടലി നോ ആക്കി. ഇപ്പൊ ടോട്ടലി നോ അല്ല, ആവശ്യമുണ്ടെങ്കിൽ നോ പറയാൻ പറയും. അപ്രിയമായ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണം എന്നുള്ള ഈ അഭിപ്രായം ഈ കല്യാണത്തിന് ശേഷം ഉണ്ടായതാണ്. കല്യാണത്തോടനുബന്ധിച്ചുണ്ടായതൊന്നുമല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് പക്വതയും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും. നമ്മുടെ ഈ കല്യാണം കഴിക്കാൻ വരുന്ന കുഞ്ഞിരാമന്മാരെ കുറിച്ച് എന്താ അഭിപ്രായം? അതായത് പൊതുവെ എന്ന് വെച്ചാല് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വരുമ്പം എന്നെ പോലെ സ്വാത്വികനില്ല, മഹാത്മാഗാന്ധി നാട്ടിൽ ജനിച്ച ആളാണ് ഞാൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അത് കഴിഞ്ഞ് കല്യാണം കഴിയുന്നതോടെ രൂപം മാറുന്നു, ഒരു
സ്ത്രീധനം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള കുഞ്ഞിരാമന്മാരുണ്ട്. നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞിരാമനുണ്ട്. അതുകൂടാതെ ഞാൻ ചോദിക്കാം, അങ്ങനെ പറയുന്നവരെ നമ്മൾ വിശ്വസിക്കാതിരിക്കുക. ആ, അങ്ങനെ ഞാൻ ഇന്നതാണെന്ന് പറയുന്നത് അത് തന്നെ ഒരു കള്ളത്തരമാണ്. നമ്മളത് ആണോ? ആണ്. ദിവ്യ ഒരു സ്ത്രീപക്ഷപാതിയാണ്. ആ, രണ്ടു പക്ഷത്തും നിൽക്കാമല്ലോ. അങ്ങനെ സ്ത്രീപക്ഷപാതിന്നില്ല, ശരി ആരുടെ പക്ഷത്തും അവിടെ. ഇവിടെ വീട്ടിൽ വേറെ ആരാ ഉള്ളത്? എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി ഉണ്ട്. രണ്ട് മക്കളാണോ? രണ്ട് മക്കളാണ്. അനിയത്തി കുട്ടി എന്താ ചെയ്യുന്നത്? അനിയത്തി കുട്ടി ബിഫാം കഴിഞ്ഞിട്ട് പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഇങ്ങനെ തയ്യാറായിരിക്കും. ആള് സ്ട്രോങ് ആണോ? ഭയങ്കര സ്ട്രോങ് ആണ്. ഭയങ്കര സ്ട്രോങ്. അവളിത് കണ്ടല്ലേ വളർന്നത്? അതെ അതെ, അവള് പണ്ടേ സ്ട്രോങ് ആണ്. അവളോടൊക്കെ ഉള്ള ഹസ്ബൻഡ് ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? വലിയ പരിചയമില്ലായിരുന്നു. പരിചയമില്ലായിരുന്നു വെച്ചാൽ അവർ കണ്ടുമുട്ടിയിട്ടില്ല. കല്യാണത്തിനാന്നല്ലേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അല്ല, പ്രശ്നം ചേച്ചിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കിയതിൽ അനിയത്തിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ല. ഇപ്പൊ അനിയത്തി ചേട്ടത്തി എന്ന് വെച്ചാൽ അവള് നല്ല ബോൾഡാണ്, ഭയങ്കര ബോൾഡാണ്. ഇദ്ദേഹത്തിന്റെ ഒരു നേച്ചർ അനുസരിച്ച് ഞാൻ പിന്നെ ആലോചിക്കായിരുന്നു, ആ മനുഷ്യൻ എന്തൊരു മനുഷ്യനാണ്. അപ്പൊ ഈ അദ്ദേഹം കല്യാണം കഴിച്ചപ്പോൾ സുഭിക്ഷമായിട്ട് ജീവിക്കാത്ത ടീം ലീവ്, എന്നാൽ പോലും ഈ 10 ദിവസം ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതിനിടയിലേക്ക് ഈ അനിയത്തി ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, താങ്കളല്ലാതെ ഇദ്ദേഹത്തോട് ഒരു അഭിപ്രായം വെട്ടി തുറന്നു പറഞ്ഞ ഒരു ജീവിയും കൂടെ ആ വീട്ടിൽ ഉണ്ടായിരുന്നോ എന്നറിയാൻ വേണ്ടി. ഇല്ല, ഇവരെല്ലാവരും പാവമാണ്. താങ്കൾ മാത്രം ഇത്തിരി പൈസക്കാരിയായി അല്ലേ? അപ്പൊ നീ നമുക്കൊരു കാര്യം ഒന്നും നോക്കാനില്ല, നമുക്ക് ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകാം. 60,000 റുപ്പീസ് പണാപകരണം. നടക്കട്ടെ. മോണിറ്റർ, രണ്ട് കവിതാ പുസ്തകങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ വൈലോപ്പള്ളി ശ്രീധരമേനോൻ, ഓപ്ഷൻ ബി ചെങ്ങമ്പുഴ, ഓപ്ഷൻ സി വയലാർ, ഓപ്ഷൻ ഡി ചെറുശ്ശേരി, ഓപ്ഷൻ ഇ എഴുത്തച്ഛൻ. ഓപ്ഷൻ എ വൈലോപ്പള്ളി ശ്രീധരമേനോൻ ആയിരിക്കും. ഉറപ്പാണോ? താങ്കൾ മലയാളം പഠിച്ചിട്ടുണ്ടോ? മലയാളം 8ാം ക്ലാസ് വരെ പഠിച്ചു. വൈലോപ്പള്ളിയുടെ ഏത് കവിത പഠിച്ചു? അങ്ങണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴമീഴുകെ എന്റെ കണ്ണ് നിറഞ്ഞു എന്ന് പഠിച്ചോ? അത് പഠിച്ചില്ല, ഞങ്ങൾക്ക് വേറെ ആയിരുന്നു സിലബസ്. അപ്പൊ വൈലോപ്പള്ളി പൂട്ടാമോ? വൈലോപ്പള്ളി പൂട്ടി. എത്ര നേരം അവിടെ നിൽക്കുമെന്ന് ആഗ്രഹിച്ചു വന്നാണ്? അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, എത്ര പോകുന്നു അത്രയും. എത്ര നേരത്തെ പോകണമെന്ന് ആഗ്രഹമല്ലോ? ഇല്ലേ, അങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ല. അപ്പൊ പിന്നെ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്, വൈലോപ്പള്ളിയാണ്. ദിവ്യ, നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് പോയിട്ട് കോളേജിലേക്ക് തിരിച്ചു വിളിപ്പിച്ച ഒരു കഥയില്ലേ? ഉണ്ട്. അതെന്താ സംഭവിച്ചത്? അത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങള് ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ വന്നു എല്ലാവരും. ഏത് കോളേജില്? മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജില്. അപ്പം എല്ലാവരും അവിടെ തന്നെയാണ് താമസം. സ്റ്റുഡൻസും ദീപയും കൂടെ ഉണ്ടായിരുന്നു. ദീപയാണ് വലിയ ക്ലാസ്സിലല്ല, ദീപ ഏറ്റവും ഫ്രണ്ടിലും, ഞാൻ സെക്കൻഡ് ലാസ്റ്റ്. പഠിപ്പത്തിയായിരുന്നു, പഠിപ്പിച്ച് അല്ലേ? ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നേ ഉള്ളൂ സർ, അത്രേ ഉള്ളൂ. മനസ്സാ ഇവിടെ ഇല്ല അല്ലേ? റെഡി. അപ്പം ഞങ്ങളിങ്ങനെ ബാക്കി സീനിയേഴ്സിനൊക്കെ ലീവാണ്. അപ്പം ഞങ്ങൾക്ക് സീരിയസ് എക്സാം ആണ്. ആരും ഒന്നും പഠിച്ചിട്ടില്ല, എല്ലാവർക്കും ഹോം സിക്നസ് അങ്ങനെ പ്രശ്നങ്ങള്. അപ്പൊ അങ്ങ് കൂട്ടായിട്ട് തീരുമാനം. അതെ, ഹോസ്റ്റലാണ്, എല്ലാവരും ഹോസ്റ്റലിലാണ്. അപ്പൊ എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചു ക്ലാസ് അങ്ങോട്ട് ബങ്ക് ചെയ്യാം, എക്സാം അങ്ങോട്ട് ബങ്ക് ചെയ്യാം. അതായത് ബോയ്സ് ഹോസ്റ്റലിൽ പറഞ്ഞത് ക്ലാസ് ബങ്ക് ചെയ്യാം. ക്ലാസ് ആയിരുന്നില്ല, എക്സാം ആയിരുന്നു. അപ്പം അത് കാരണം വേറെയാണ്. ബോയ്സ് ഹോസ്റ്റലിൽ ഒരു 3-4 പേർക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പം ഇവര് പറഞ്ഞു ഇതെല്ലാവർക്കും അവധി കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാവർക്കും പകരും, അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പൊക്കോ, അവധിയായിട്ട് തരില്ല, എല്ലാവരും വീട്ടിൽ പൊക്കോ, എന്നാൽ ആരും ക്ലാസ്സിൽ പോകരുത് എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടി. കേൾക്കേണ്ട പാടെ എല്ലാരും, ഞാനും ദീപയൊക്കെ ആദ്യം ഇറങ്ങി. ഞങ്ങള് പാതി വഴി എത്തി. മൂന്നാർ ടൗണിൽ വന്നു? അല്ല, ഞങ്ങൾ കോതമംഗലം എത്തി. ഞങ്ങൾ NMS എന്ന് പറഞ്ഞൊരു ബസ്സിൽ. അതില് കോതമംഗലം എത്താറായപ്പോഴത്തേക്കും ഇതിന്റെയൊക്കെ സൂത്രധാരൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയ ആൾക്കാരെ അവിടെ നിർത്തിയേക്കാണ്, ഞങ്ങൾ ആരും തിരിച്ചു വന്നില്ലെങ്കിൽ ഇവരെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അത് അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് കയറി വീണ്ടും വളരെ നന്നായി, ഗംഭീരമായി കേട്ടോ, ഗംഭീരമായി. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ആ ഒരു നല്ല പാഠത്തോടെ. രണ്ടാം പാഠമാണല്ലോ, ആദ്യം പഠിച്ച വേറെ പാഠമുണ്ട്, ഈ രണ്ടാം പാഠം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 70,000 രൂപയുടെ ചോദ്യം, 70,000. മോണിറ്റർ, ഇനി പറയുന്നവയിൽ കണ്ണാടിക്കൂട്ടിലെ കളി എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ഓപ്ഷൻ എ ചെസ്, ഓപ്ഷൻ ബി ടേബിൾ ടെന്നീസ്, ഓപ്ഷൻ സി സ്ക്വാഷ്, ഓപ്ഷൻ ഡി ബില്ലിയാർഡ്സ്, ഓപ്ഷൻ ഇ സ്നൂക്കർ. സംശയമുണ്ട്. പിടിവള്ളി എടുക്കണോ? പിടിവള്ളി എടുക്കേണ്ടി വരും. ആരുടെ പിടിവള്ളി? കുട്ടേട്ടന്റെ പിടിവള്ളിയോ ദീപ ആൻഡ് അതേഴ്സിന്റെ പിടിവള്ളിയോ? ദീപ ആൻഡ് അതേഴ്സിന്റെ പിടിവള്ളി. ദീപ ആൻഡ് അതേഴ്സ്, പറയൂ, കണ്ണാടിക്കൂട്ടിലെ കളി എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? സ്ക്വാഷ് ആണെന്ന് തോന്നുന്നു. സ്ക്വാഷ് ആണെന്നാണ് നമ്മുടെ ഫെഡറൽ ബാങ്ക് പറയുന്നത്. മാത്രല്ല
പുള്ളി ബാങ്ക് ആയതുകൊണ്ട് ക്യാഷിനെ കുറിച്ചേ പറയും. എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ലേ? മാത്രമല്ല അത് കണ്ണാടിക്കൂട്ടിലാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾ കണ്ണാടിക്കൂട്ടി ഇരുന്നിട്ടില്ലല്ലോ? ഇരുന്നോ? ക്യാഷുമായിട്ട് ഇരുന്നോ? ഇരുന്നിട്ടുണ്ടല്ലോ. നമ്മളെല്ലാം ഓക്കെ, റെഡി. അപ്പൊ അവരുടെ കൂടെ പോകുന്നു അതോ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നു? ഇങ്ങനെ പോയാലോ? ധൈര്യം ഉണ്ടേ പോവാം, ഒരു കുഴപ്പമില്ല. ഓപ്ഷൻ സി സ്ക്വാഷ്. കൂട്ടോ? കൂട്ടിക്കും. തെറ്റിയാൽ 6000, ശരി ഉത്തരം പറഞ്ഞാൽ 70,000, പിന്മാറിയാൽ 30,000. ഇനിയിപ്പോ പിന്മാറാൻ പറ്റില്ല, ഞാൻ പൂട്ടി. അപ്പോ താങ്കളുടെ സുഹൃത്തും കുടുംബക്കാരും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് സ്ക്വാഷ് താങ്കൾ പൂട്ടി, ഞാൻ പൂട്ടി. ഇനിയിപ്പോ തുറക്കുമ്പോ എന്താ സംഭവിക്കുന്നെന്നുള്ളതാണ്. നമ്മുടെ ഫെഡറൽ ബാങ്കിന് പ്രശ്നമാകുമോ എന്ന് എനിക്കറിയില്ല. ഫെഡറൽ ബാങ്കിന് എന്തായാലും പ്രശ്നമില്ല അല്ലേ? പൈസ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വരും. പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? ഓക്കെ, റെഡി. അപ്പോ സ്ക്വാഷ് എന്ന് താങ്കൾ ഉത്തരം പറഞ്ഞത് 70,000 രൂപയുടെ ചോദ്യമാണ്. വലിയൊരു വിലയുള്ള ചോദ്യമായിരുന്നു. പക്ഷേ ആ ഉത്തരത്തിന് ഇത്രയും വില കിടും എന്ന് നമ്മൾ വിചാരിച്ചില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം വീട്ടിലോട്ട് പോകാനുള്ള വണ്ടിയൊക്കെ ഉറപ്പാണോ? ആണ്. എന്തുകൊണ്ടാണ് ഈ സ്ക്വാഷിനെ കണ്ണാടിക്കൂട്ടിലെ കളിയെന്ന് വിളിക്കുന്നത്? അതിനെ കുറിച്ച് വല്ല, പക്ഷേ ബാങ്ക് അല്ലേ പറഞ്ഞു. എന്തായിരിക്കും താങ്കളുടെ ഒരു അഭിപ്രായത്തെ അങ്ങനെ പറയാൻ കാര്യം? അല്ല, സ്ക്വാഷ് ഒരു ബോക്സിന്റെ ഉള്ളിൽ എന്നിട്ട് ഇങ്ങനെ തട്ടണേ. ഓക്കെ, യു ആർ കറക്റ്റ്. ഉത്തരം ശരിയാണ്. 70,000 രൂപ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ല. ബാങ്കിൽ എത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. ചെലവ് ചെയ്താൽ മതി. ചെലവ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, അപ്പൊ ചെലവാക്കൂ അതോ പല വായി പോവൂ? പല വഴിക്ക് വേണോ? ഇപ്പോ വളരെ സന്തോഷവതിയാണ്. ഇപ്പൊ സന്തോഷവതിയാണ്. വീട്ടുകാർക്കെല്ലാം ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പി. അല്ലേ? കൂട്ടുകാരികളും ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പി. ഹാപ്പി അല്ലാത്ത എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോവിഡ് ഒഴിച്ചാൽ ഹാപ്പി അല്ലാത്തായിട്ട് ഇപ്പൊ ഒന്നുമില്ല. ഞാനിപ്പം എല്ലാത്തിനെയും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതെ. ആ ഒരു മാറ്റം ഉണ്ടാക്കിയത് കോവിഡ് ആണോ കല്യാണോ? കല്യാണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് ചെയ്ത പല പല കാര്യങ്ങള്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത്രയും ചെറിയ പ്രായത്തിലെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല? കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ഈ പെൺകുട്ടികളെ വളരെ ഏർലി പീരീഡിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കാൻ മാതാപിതാക്കൾക്ക് വലിയ ശ്രദ്ധ. കാര്യം അവർ വിചാരിക്കുന്നത് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എപ്പോഴും സംഭവിച്ചു, നാളെ ആക്കണ്ടല്ലോ, ഇന്നും സംഭവിക്കാമല്ലോ. അതെ, അങ്ങനെ പറയുന്നവരും ഉണ്ട്. തീരെ ചെറുപ്പമായിരുന്നില്ല, 25 ആയിരുന്നു. പിന്നെ ജോലി ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ സെറ്റിൽഡ് ആയിരുന്നു ആ ഒരു സമയത്ത്. എന്നാലും അഭിപ്രായം എങ്ങനെയാ? അതായത് കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം കിട്ടാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും. ആണോ? എന്തുകൊണ്ടാണത്? കാരണം അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം. നമുക്ക് ഇപ്പം ജോലി കിട്ടിയിട്ട് പെൺകുട്ടികളൊന്നല്ല, എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവണം. നമ്മൾ നമ്മുടെ കാര്യം നോക്കാനുള്ള ഒരു ത്രാണി ഉണ്ടായിരിക്കും. കാലി നിൽക്കണം പറ്റും. അതെ. കാലി നിന്നാലേ നമുക്ക് തല നേരെ പ്രവർത്തിപ്പിക്കാം. അതെ, മുന്നോട്ട് പോകാൻ പറ്റും. അതെ. അപ്പൊ നല്ല കാര്യം. അപ്പൊ 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ഇനി കടക്കുന്നു. 80,000 മോണിറ്റർ. ഇനി പറയുന്നവരിൽ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ കാളിദാസൻ, ഓപ്ഷൻ ബി വാത്മീകി, ഓപ്ഷൻ സി ഭാസൻ, ഓപ്ഷൻ ഡി തിരുവള്ളുവർ, ഓപ്ഷൻ എ ചാണക്യൻ. ഓപ്ഷൻ എ കാളിദാസൻ. ഉറപ്പാണോ? ഉറപ്പാണ്. കൂട്ടട്ടോ? കൂട്ടി. എന്താണാവോ ഇനി സംഭവിക്കാൻ പോകുന്നത് ഞാൻ ആലോചിക്കുമ്പോ എനിക്കുള്ളിൽ ഒരു ചെറിയ നൊമ്പരമുണ്ട്. നൊമ്പരപ്പെടണോ ഞാൻ? വേണ്ട. വേണ്ട അല്ലേ? ഞാൻ നൊമ്പരപ്പെട്ടാലും ഇല്ലെങ്കിലും എന്റെ ബലം അനുഭവിക്കാൻ പോകുന്നതിന്റെ എതിരെ കുട്ടിയാണ് അല്ലേ? 80,000 രൂപയുടെ ചോദ്യത്തിന് താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നാലോചിക്കാൻ വയ്യ. ശരിയാണ്. കാളിദാസനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത്. ഇതില് കാളിദാസനാണോ ഈ ഷേക്സ്പിയർ ആണോ മുന്നേ ജനിച്ചത്? നോക്കണം, കാളിദാസിന്റെ ഒരു അവസ്ഥ നോക്കണം. അതായത് കാളിദാസിനേക്കാൾ പിന്നാലെ ജനിച്ച ഷേക്സ്പിയർ. അപ്പൊ അദ്ദേഹത്തിനെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിളിക്കുക കാളിദാസിനെ. ഇതുപോലെയായിരുന്നു മാക്യവല്ലി. മാക്യവല്ലിയുടെ കഥ എങ്ങനെ? ചാണക്യനെ ഇന്ത്യൻ മാക്യവല്ലി എന്നാണ് വിളിച്ചിരുന്നത്. ചാണക്യന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം നല്ല തലയിൽ ആളുതാമസം ഉണ്ടെന്ന് തെളിയിച്ചപ്പോ അദ്ദേഹം ഇന്ത്യൻ മാക്യവല്ലി എന്ന് വിളിച്ചു. ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളാണ്. എന്തോ ഒരു പറഞ്ഞിട്ടൊരു കാര്യമില്ല അല്ലേ? അപ്പൊ നമുക്ക് സന്തോഷം, കൺഗ്രാറ്റുലേഷൻ. കളി മാറുന്നു. 80,000 രൂപയുടെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ കുട്ടേട്ടാ വരട്ടെ. 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ കടന്നു വരാൻ പോകുന്നത്. കുട്ടേട്ട, 1,00,000 രൂപയുടെ ചോദ്യം. കളി മാറുന്നു, ലെവൽ മാറുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ആകാശത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മേൽക്കൂര അടുക്കുമ്പോഴത്തേക്കും 1 കോടിയിലേക്ക് നമ്മൾ എത്തണം. പ്രതീക്ഷയുണ്ടോ ഇപ്പോ? പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ വേണം എല്ലാവർക്കും. താങ്കളെ കുറിച്ച് ഞാൻ അഭിമാനത്തോട് ആലോചിക്കുന്ന കാര്യം എന്താ? ഞാൻ എടുത്തിരിക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ഞാൻ തീർത്തും സംതൃപ്തയാണ്. എനിക്ക് അഭിമാനം ഷെയർ ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ ദീപയെ പോലുള്ള സംസ്കൃത ചിത്തരായ ആളുകളുടെ അഭിപ്രായം ചോദിക്കും. ഞാൻ ചോദിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും. നമുക്ക് ക്ലോസ് ആയിട്ടുള്ളവരോട് ഞാൻ പറയാറുണ്ട്. ഇങ്ങനെ ദീപയുടെ നല്ല ഉപദേഷ്ടാവാണോ ഈ കുട്ടി? ദീപ നല്ലൊരു ഉപദേഷ്ടാവാണ്. ഹസ്ബൻഡിന് അഭിപ്രായം ഇല്ല. ബാങ്ക് എന്തോ പറയും നോക്കട്ടെ.
പുള്ളി ഉപദേശം കേട്ട് പഠിത്തിരിക്കുകയായിരിക്കും അല്ലേ ദീപ? ദീപ ഇങ്ങനെ ഉപദേശിക്കുന്ന ആളാണ് ഒരുപാട്? ഉപദേശിക്കല്ല സർ, നമുക്ക് അഭിപ്രായം പറയേണ്ട ഒരു അവസരമുണ്ട് എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അഭിപ്രായം പറയാറുണ്ട്. ഇത്രയും കാലത്തിനകത്ത് നമ്മൾ ഉപദേശിച്ചിട്ട് ആരെങ്കിലും നേരെയായോ? ഉപദേശിക്കാറില്ല സർ. പുള്ളിയെ നോക്കിക്കൊണ്ടേ പറയാവൂ. ഞാൻ ചുമ്മാ പറഞ്ഞ ദീപ. അല്ല, ഞാൻ പണ്ടേ നല്ലതായിരുന്നു സാർ. ആയിരുന്നല്ലേ? ഉപദേശിക്കേണ്ടി വന്നിട്ടില്ല. ഇല്ലല്ലേ? അവസരം കൊടുത്തിട്ടില്ല. കൊടുക്കരുത്, ഒരു കാരണവശാലും കൊടുക്കരുത് കേട്ടോ. എന്ത് വന്നാലും ആ സമയത്ത് ബാങ്കിൽ ഓവർ ഡ്യൂട്ടി ചെയ്തോണം. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം, 1 ലക്ഷം രൂപയുടെ ചോദ്യം. 1 lakh. മോണിറ്റർ. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ആകാശ്, ഓപ്ഷൻ ബി പരം 8000, ഓപ്ഷൻ സി ആദർശ്, ഓപ്ഷൻ ഡി ലക്ഷ്യ 2000, ഓപ്ഷൻ ഡി അതുല്യ 1000. സൂപ്പർ കമ്പ്യൂട്ടർ ഓഫ് ഇന്ത്യ. പരം 8000, ഓപ്ഷൻ ബി. ഇതെങ്ങാണം തെറ്റിയ പിന്നെ കൂട്ടോ. കൂട്ടിക്കോളൂ, ഞാൻ കൂട്ടി. പഠിച്ചു. എന്നാലേ എനിക്ക് ആ കാര്യം ഇൻഫോസിസിൽ കയറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റൂ. ഇനിയിപ്പോ അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഇത് തെറ്റിയാൽ എന്തായിരിക്കും ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ സംഭവിക്കാൻ പോകുന്ന? IT ഒരു ഓഫീസ് ഇറങ്ങിയടക്കാൻ പറ്റും. പിന്നെ തലയിൽ കൂടെ മുണ്ടിട്ട് നടന്നാൽ മതി. അപ്പൊ മുണ്ട് എന്റെ ചെലവ് വാങ്ങിച്ചു തരും കേട്ടാ. പരം 8000 ആണ് ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ. ഇന്ത്യ അമേരിക്കയോട് റിക്വസ്റ്റ് ചെയ്തപ്പോ അമേരിക്ക സമ്മതിച്ചില്ല. അപ്പൊ അവർക്ക് സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി അദ്ദേഹം തീരുമാനിച്ചു 3 കൊല്ലം കൊണ്ട് ഈ പരം 8000 ഉണ്ടാക്കി. ഉത്തരം ശരിയാണ്. അവരുടെ കമ്പ്യൂട്ടറിനേക്കാളും സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാളും 28 ഇരട്ടി സ്പീഡിലാണ് പരം. ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? 1991 വർഷം ഓർക്കുന്നില്ല. 91 ഈ സംഭവം. നീ മറന്നുകൊണ്ട, അടുത്ത സിവിൽ സർവീസ് എക്സാമിനേഷൻ ഉപകരിക്കും. ഓക്കെ, പറയൂ കൂട്ടേട്ടാ. ദിവ്യ, എന്തോ നിങ്ങളുടെ ഒരു തിരുവനന്തപുരം വയനാട് യാത്രയും ഒരു ഞാവൽപ്പഴവും ഓർക്കുന്നുണ്ടോ? നല്ലപോലെ ഓർക്കുന്നുണ്ട്, മറക്കാൻ പറ്റില്ല. കുട്ടേട്ടൻ ഈ ഞാവൽപ്പഴം എല്ലാം റൊമാൻറ്റിക്കാ പുള്ളി. അതെ അതെ അതെ. പക്ഷെ ഇവിടെ റൊമാൻറ്റിക് അല്ല ബോസ്. ഞാവൽപ്പഴം ആരോഗ്യത്തിന് ഹാനികരം. ആരോഗ്യത്തിന് ഹാനികരമാണോ? സംഭവിച്ചത് ഇവിടെ ഒരു ട്രാജഡി ആയിരുന്നു. അയ്യോ, ഞങ്ങള് ഫ്രണ്ട്സ് 4 പേര് കൂടിയിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന്, എന്റെ സ്കൂൾ ഫ്രണ്ട്സ് ആണ്. അല്ല, സ്കൂളിലെ ഫ്രണ്ട് ആയിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരുടെ ട്രിവാൻഡ്രത്ത് നിന്ന് വയനാട് വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ കാർ എടുത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരാള് കൊച്ചിയിൽ, ഞാൻ തന്നെ. നന്നായി. വേറെ ആർക്കും അങ്ങനെ ഡ്രൈവിംഗ് അത്ര പരിചയമില്ല. പിന്നെ ഒരാളും കൂടെ ഓടിക്കുള്ളൂ, അദ്ദേഹം അത്ര തെളിഞ്ഞിട്ടില്ല. അപ്പം ഓടിക്കും, കുഴപ്പമില്ല, എനിക്ക് റെസ്റ്റ് എടുക്കാം. പൊക്കോളൂ, നല്ല കോൺഫിഡൻസ് ആണ് ആൾക്ക്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കൊച്ചിയിൽ നിന്ന് ഒരാളൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ 4 പേര് കൂടി ഞങ്ങള് നൈറ്റ് ഫുൾ ഡ്രൈവ് ചെയ്ത് വെളുപ്പിന് കോഴിക്കോടെത്തി. അവസാനം അവിടുന്ന് പിന്നെ ചുരം കയറി വയനാട് എത്തി. ഹോട്ടലിലൊക്കെ റെസ്റ്റ് ചെയ്തു. ഞങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ അവിടെ കുറച്ച് കാടൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. അപ്പൊ ഈ റോഡ് സൈഡിൽ ഈ കുട്ടികൾ ഇങ്ങനെ ഞാവൽപ്പഴം ഇങ്ങനെ ഒരു ബോക്സിലാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്റെ കൂടെയുള്ള അദ്ദേഹം പറഞ്ഞു, ഹെയ്ലി എന്നാണ് പേര്. അപ്പൊ ഹെയ്ലി പറഞ്ഞു എനിക്കത് ഇഷ്ടമാണ്, അത് കഴിക്കാം എന്ന് പറഞ്ഞു. ഞാവൽപ്പഴം അത് വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങള് അവിടുന്ന് തിരുനെല്ലി വരെ ഇത് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ ഞങ്ങൾ വാർണിംഗ് കൊടുത്തതാണ്. ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയില് ഇത് കഴിച്ചിട്ട് ഇങ്ങനെ ലൂസ് മോഷന്റെ ഒരെണ്ണം കാണിക്കുന്നുണ്ട്. അപ്പം കഴിക്കണ്ട, അധികം കഴിക്കണ്ട എന്ന് പറയുന്നു. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോ തൊട്ട് അദ്ദേഹത്തിന് പ്രശ്നമായി, ആകെ പ്രശ്നമായി. തിരിച്ചു പോരേണ്ടതാണ് നമ്മൾക്ക്. ഡ്രൈവ് ചെയ്യാനായിട്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാം. പ്രളയം വന്ന പോലെ ആയിപ്പോയി. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഓരോ ഹോട്ടലിൽ നിർത്തേണ്ട അവസ്ഥയാണ്. അപ്പം അദ്ദേഹം ടോയ്ലറ്റിൽ പോകും, ഞങ്ങൾ ചായ കുടിക്കും. ഇത് തന്നെയായിരുന്നു തിരുവനന്തപുരം വരെ പണി. അത് വല്ലാത്തൊരവസ്ഥയായി. പോയിട്ട് ഒരാള് ചാവൽപ്പഴം കഴിച്ച്. ഓക്കെ, അപ്പൊ നമുക്കിനി 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 2 lakhs. കാരണം മത്സരം കടുത്തു വരുന്നു, ലക്ഷങ്ങളിലേക്കാകുന്നു കളി. ബി സീരിയസ്, വളരെ ആലോചിച്ച് ഉത്തരം പറയാം. 2 പിടിവള്ളികൾ ബാക്കിയുണ്ട്. പിന്നെ അവസാനം എന്റെ ഒരു പിടിവള്ളിയുണ്ട്. ഓക്കെ, അത് സൂപ്പറാ. കളി അവസാനിപ്പിക്കാൻ പറ്റും. റെഡി? അത് ആ പിടിവള്ളിയെ കുറിച്ച് അറിയാമോ? അറിയാം. മണി ഷെയർ. ഓക്കെ, റെഡി? മോണിറ്റർ. വാസ്കോ ഡ ഗാമ എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ആലോചിച്ച് ഉത്തരം പറയണം. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4, ഓപ്ഷൻ ഇ 5. 1 അല്ല,
2 or 3 ആണ്. പിടിവള്ളി എടുക്കാം. കുട്ടേട്ടന് സന്തോഷവും ഒന്ന് അതെ. വിളിച്ചോളൂ. കുട്ടേട്ടാ സഹായിക്കണം. ദിവ്യ യെസ്, ഞാൻ എന്തോ? സഹായിക്കാം. ആ. 3 ഓപ്ഷൻസ് ആണ് ഇനി പറയുന്നത്. അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. ഓക്കെ. എ 1, സി 3, ഇ 5. താങ്ക് യു കുട്ടേട്ടാ. അപ്പൊ എത്രയാ പൂട്ടാൻ പോകുന്നത്? ഓപ്ഷൻ സി 3 പൂട്ടാം. പൂട്ടി. എന്ത് ധൈര്യത്തിലാ ഇത് പൂട്ടാൻ പറഞ്ഞത്? കാരണം 2 എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. 2 സംശയം ഉണ്ടായിരുന്നു ആ. അല്ലേ? 3 ശരിയായിരിക്കുമോ? ശരിയാവണം. പാവം വാസ്കോ ഡ ഗാമ അദ്ദേഹം 3 തവണ കേരളം സന്ദർശിച്ചിട്ടില്ല എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ താങ്കൾ പറയുന്നു സന്ദർശിച്ചിട്ടുണ്ട് എന്ന്. ശരിയായിരിക്കും ഈ ഉത്തരം? പേടിയുണ്ട്. ശരിയാവട്ടെ. താങ്കൾ പറഞ്ഞ ഉത്തരം അൺഫോർച്ചുനേറ്റ്ലി ഐ എം വെരി സോറി ദിവ്യ, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി എന്നല്ല. ഉത്തരം ശരിയാണ്. 3 തവണ അദ്ദേഹം സന്ദർശിച്ചു. 3ാമത്തെ തവണ അദ്ദേഹം കൊച്ചിയിലെത്തി. 1524 അതെ. ഡിസംബർ 24 അദ്ദേഹം കൊച്ചിയിൽ വന്നു, ഇവിടെ അന്തരിച്ചു. അതെ അതെ. അതാണ് ചരിത്രം. അപ്പൊ 3 തവണ വന്നു അതെ അല്ലേ? അതെ. കൊച്ചിയിൽ അന്തരിച്ചു എന്നുള്ള കാര്യം ഇനി മറക്കത്തില്ല. അത് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുണം എന്താ? ഇവിടെ ഈ ഒരു ചോദ്യമൊക്കെ വന്നുകൊണ്ട് 2 ലക്ഷം രൂപ, 2 lakhs, you got 2 lakhs rupees. 2 ലക്ഷം രൂപ. അപ്പൊ പണം കൊണ്ടുപോകാനുള്ള കീശയൊക്കെ ഉണ്ടല്ലോ കയ്യില്? ബാഗ് ഉണ്ടല്ലോ. വലിയ ബാഗാണോ അത്? ചെറിയ ബാഗാണ്. കമ്പ്യൂട്ടർ ബാഗാണോ? കമ്പ്യൂട്ടർ ബാഗ് ഉണ്ട്. അപ്പൊ അതിനകത്ത് തിരികെ വെക്കാം അല്ലേ? ഓക്കെ. അപ്പൊ കമ്പ്യൂട്ടറിന് അഡിക്റ്റ് ആണോ താങ്കൾ? അല്ല, ഒരിക്കലും അല്ല. ജോലി ചെയ്യുമ്പോ ചെയ്യും. അത് ഒരു കഴിഞ്ഞ് ദിവസം കമ്പ്യൂട്ടർ ബാഗായിട്ട് വരുമ്പോഴാണോ ഈ ആന ഓടിച്ചെന്ന് പറഞ്ഞത്? സ്കൂളിലാണ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആന ഓടിച്ചത്? +1 പഠിക്കും. ആനയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആളിനെ അല്ലേ? വലിയ ആനയായിരുന്നു? കാട്ടാനയായിരുന്നു? അല്ല, നാട്ടിലെ ആനയാണ്. അതെന്താ ദിവ്യ കണ്ട ഓടിക്കാൻ കാര്യം? എന്നെ കണ്ടത് മാത്രല്ല, ഒരു പറ്റം കുട്ടികളായിരുന്നു. ഓടിയോ? പിന്നെ ഓടി. നല്ലപോലെ ഓടിയോ? നല്ലപോലെ ഓടി. അപ്പോഴാ ഓട്ടത്തിന്റെ സ്പീഡ് അല്ലേ? അതെ അതെ അതെ. ഓടി ഒരു വീട്ടിൽ കയറി. വീട്ടിൽ കയറിയപ്പോ അവിടെ പട്ടി അഴിച്ചു. പട്ടി തിരിച്ചോടിച്ചു. പട്ടി അവിടെ ഇട്ട് ഓടിച്ചു. അവസാനം വേറെ ആനയ്ക്ക് നല്ല ആന ലാഫ്ഡ്. ആന ആ വഴി എങ്ങോട്ടോ പോയി. ആന എങ്ങോട്ടോ പോയി. എങ്ങോട്ടോ പോയി, രക്ഷപ്പെട്ടു. അപ്പൊ ആന പാപ്പ ഇല്ലായിരുന്നോ കൂടെ? പാപ്പൻ പുറകെ ഓടി. ചങ്ങല ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഓടി. കൂച്ചുവേലൻ. അതെ. കൂച്ചി നമ്മൾ ഓടി അല്ലേ? ഓക്കെ, റെഡി. നല്ല കാര്യമാണ്. കുട്ടിക്കാലത്ത് ഓടി പഠിക്കുന്ന നല്ലതാ. ജീവിതത്തിൽ ഓടുമ്പോൾ നമുക്കൊരു ആയാസം തോന്നുന്നു. റെഡി അല്ലേ? ഇനിയിപ്പോ 3 ലക്ഷം രൂപയുടെ ചോദ്യം, 3 lakhs. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. മോണിറ്റർ. ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആത്മാറാം പാണ്ഡുരംഗ, ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ഡി കേശവ് ചന്ദ്രസൻ, ഓപ്ഷൻ ഇ ചിത്തരഞ്ജൻ ദാസ്. ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷം ഇത് 2ആയിട്ട് തിരിഞ്ഞിരുന്നു. ബ്രഹ്മസമാജം. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിടിവള്ളി വേണം? എടുക്കണോ? പിടിവള്ളി എടുക്കാം. റിസ്ക് എടുക്കണ്ട. ഓക്കെ. ആരോടാ? കുട്ടേട്ടൻ. എന്റെ പിടിവള്ളി ഇപ്പൊ എടുക്കാൻ പറ്റും. ഓക്കെ കുട്ടേട്ടാ. 3 ഓപ്ഷൻസ് ആണ് പറയുന്നത്. അതിൽ ഒന്ന് ശരിയുത്തരം. ഓക്കെ. എ ആത്മാറാം പാണ്ഡുരംഗ, ബി കേശവ് ചന്ദ്രസൻ, ഇ ചിത്തരഞ്ജൻ ദാസ്. തെറ്റിയാൽ താങ്കൾക്ക് 20,000 രൂപ, വിജയിച്ചാൽ 3 ലക്ഷം, പിൻവാങ്ങിയാൽ 1 ലക്ഷം. അതാണ് ഇപ്പോഴത്തെ വില നിലവാരം. സ്ഥിതിവിവര കണക്ക്. അതെ. കണക്കത്തിയാണോ? കണക്ക് ആവശ്യം വന്നാൽ ചെയ്യും. കണക്കൂട്ടലുണ്ടോ ജീവിതത്തിന്? അങ്ങനെ കണക്ക് കൂട്ടാറില്ല. ഇപ്പോഴോ? ഇപ്പൊ കണക്ക് കൂട്ടിയല്ലേ പറ്റൂ. കൂട്ടി തുടങ്ങി. ഇന്ത്യൻ ബ്രഹ്മസമാജം അഥവാ ഭാരതീയ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് എന്നാണ് എന്റെ ചോദ്യം. ഓപ്ഷൻ ഡി കേശവ് ചന്ദ്രസൻ. കൂട്ടോ? പൂട്ടി. ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നതിന്റെ കേളികൊട്ടോ ഇരുന്നത് പോലെ എന്റെ തലയിൽ എവിടെയോ ഒരു മണിനാഥം മുഴങ്ങുന്നു. അയ്യോ, കുഴപ്പമായോ എന്നൊരു സംശയം. 3 ലക്ഷം രൂപയുടെ ചോദ്യമായി. താങ്കൾ പറഞ്ഞ ഉത്തരം ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ കേശവ് ചന്ദ്രസൻ എന്ന് താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ ആ ഉത്തരം
തെറ്റിപ്പോയി എന്ന് ഇനി പറയാൻ പറ്റില്ല. ഉത്തരം ശരിയാണ്. അതായത് ബ്രഹ്മസമാജത്ത് മാറി അദ്ദേഹം ഉണ്ടാക്കിയ സംഭവം. മറ്റേത് രാജാറാം മോഹൻ. കുട്ടേട്ടനോട് ഒരു താങ്ക്സ് പറഞ്ഞോളൂ. വലിയ സന്തോഷമാവും. താങ്ക് യു ദിവ്യ എസ്. ഈ സന്തോഷത്തിൽ ദിവ്യയുടെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ആ 3 ലക്ഷം കിട്ടിയ സന്തോഷം മുഴുവൻ അങ്ങോട്ട് ചാലിച്ചെടുത്ത് അങ്ങോട്ട് പാകപ്പെടുത്തി ഒരു ഉശിരം പാട്ട് പാടും. ആ തീർച്ചയായിട്ടും. താങ്ക് യു. അമ്മ തിരുവയറുള്ളിൽ കുറുകണ് കുഞ്ഞരി പ്രാവ്, പൊന്നമ്മിണി പ്രാവ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ് കുഞ്ഞരി പ്രാവ്, പൊന്നമ്മിണി പ്രാവ്. എന്തിനി വേണം എന്നരുളേണം, കുന്നിൽ നിന്നവിലോ പൂവൻ കനിയോ, തുമ്പപ്പൂ ചോറോ തൂഷനിലതൻ തുഞ്ചത്തു വെച്ച പഴം നുറുക്കോ, തിരുനെല്ലി കാവിലെ ചെറുതെച്ചി തേൻപഴം വരുകൾ കണ്ട് കുന്നുമ്മേൽ ഇനി വരും വിഷുരാവിൽ, വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേലൂന കണ്ണുമായി വന്ന വേഷു കിളി മകളെ. ഓക്കെ, സന്തോഷം. കുട്ടേട്ടാ, ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് കൈയടിച്ചോളൂ. നന്നായിരിക്കുന്നു ദിവ്യ എസ്. താങ്ക് യു. ഓക്കെ, കുട്ടേട്ടനാണ് പാട്ടിന്റെ ഒരു ആരാധകൻ ഇവിടെ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ പാടിയാൽ വളരെ സന്തോഷം. ആൺകുട്ടികൾ പാടിയാൽ അത്ര അങ്ങോട്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിൽ അച്ഛാ മകൾ 5 ലക്ഷത്തിലേക്ക് കിടക്കുകയാണ്. അച്ഛൻ ഞെട്ടി. അച്ഛൻ നോക്കി ഈ കച്ചവടം കൊള്ളാം. ഒരു പിടിവള്ളി ഇനി ബാക്കിയില്ല. ഇനി എന്റെ ഒരു പിടിവള്ളി മണി ഷെയർ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ചടങ്ങ് മാത്രമേ ഉള്ളൂ. മണി ഷെയർ എടുത്തുള്ള കുഴപ്പം അറിയാലോ. പിന്മാറണം. പിന്നെ 2 ഉത്തരത്തിൽ പണം വെക്കണം. അപ്പൊ ഏതെങ്കിലും ഉത്തരം ശരിയാണെങ്കിൽ അതിൽ വെച്ചിരിക്കുന്ന പണം എടുത്തുകൊണ്ട് പോകാം. മത്സരം അതോടെ അവസാനിച്ചു. കട്ടം വീഴും. അപ്പൊ കട്ടം വീഴാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ചോദ്യം എന്താണെന്നറിയാം. 5 ലക്ഷം രൂപയുടെ ചോദ്യം. മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവയിൽ പരുന്ത് കാവൽ നിൽക്കുന്ന മൈതാനം എന്നറിയപ്പെടുന്ന സ്റ്റേഡിയം ഏതാണ്? ഓപ്ഷൻ എ ഈഡൻ ഗാർഡൻസ്, ഓപ്ഷൻ ബി ലോർഡ്സ്, ഓപ്ഷൻ സി ബെംബിൾഡൺ, ഓപ്ഷൻ ഡി ക്യാമ്പ് നൗ, ഓപ്ഷൻ ഇ മെൽബൺ. ഉറപ്പില്ല. പിടിവള്ളികളില്ല, പക്ഷേ മണി ഷെയർ ഉണ്ട്. പണം പകുത്തു വയ്ക്കുന്നു. തെറ്റിയാൽ 30,000 രൂപ, പിൻവാങ്ങിയാൽ 1.5 ലക്ഷം രൂപ. അതല്ല, താങ്കൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഉത്തരം ശരിയാണെങ്കിൽ 5 ലക്ഷം രൂപയും കിട്ടും. സ്വഭാവം അനുസരിച്ച് മുന്നോട്ട് തന്നെ പോകുന്ന ആളല്ലേ? ആണ്, പക്ഷെ ഉറപ്പില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് താഴെ വീഴാൻ പാടില്ലല്ലോ. ഓക്കെ, ഇത് കണ്ടിട്ട് താഴെ വീഴുന്നൊരു മണം ഉണ്ടോ? ഗന്ധം ഉണ്ടോ? ചെറുതായിട്ട് ഗന്ധം അടിക്കുന്നു. മണം അടിക്കുന്നു. ഓക്കെ, പിന്മാറാം. ആ തീരുമാനം പൂട്ടാമോ? എനിക്ക് തീരുമാനം പൂട്ടാം. പൂട്ടി. അപ്പോ താങ്കൾ ഔദ്യോഗികമായി ഈ മത്സര കളരിയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. അപ്പോൾ 5 ലക്ഷത്തിന്റെ മത്സര മുനമ്പിൽ നിൽക്കുമ്പോഴാണ് താങ്കൾ പരുന്ത് കാവൽ നിൽക്കുന്ന സ്റ്റേഡിയം ഏതാണെന്ന് സംശയം തോന്നിയപ്പോൾ ആ സംശയത്തിൽ ഉറച്ച് താങ്കൾ പിന്മാറി. ഓക്കെ, അത് താങ്കൾക്ക് ബുദ്ധിപരമായ തീരുമാനമാണോ എന്നറിയാൻ നമുക്ക്. ഇനി ഒരു ഉത്തരം പറയും, നോക്കട്ടെ. കറക്കി കുത്താണോ ഇത്? കറക്കി കുത്താണ്. കുത്തു. ഓപ്ഷൻ എ ഈഡൻ ഗാർഡൻസ്. ഈഡൻ ഗാർഡൻ. കുത്തി മുറിവേറ്റു. ഈഡൻ ഗാർഡൻസ് ഉത്തരം തെറ്റാണ്. വിംബിൾഡൺ ആണ് ശരി ഉത്തരം. മത്സരം തടസ്സപ്പെടുന്ന പ്രാവുകളെ ഓടിക്കാനാണ് അവിടെ റൂഫസ് എന്ന് പറയുന്ന ഒരു പരുന്തിനെ അവിടെ ഏർപ്പെടുത്തി. റൂഫസ് ദ കോക്ക് വളരെ പ്രസിദ്ധമാണ് അതിന്. അപ്പോ വിംബിൾഡൺ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമെന്നറിയപ്പെടുന്ന അതാണ്. ഈ സാധനം അവിടെ ഉണ്ട്, ഈ പ്രാവിനെ ആട്ടി ഓടിക്കാൻ വേണ്ടി. അപ്പൊ അതൊരു പുതിയ അറിവല്ലേ? വിംബിൾഡൺ ആണ് ശരി ഉത്തരം. അപ്പോ താങ്കൾ 1.5 ലക്ഷം രൂപ താങ്കളുടെ കീശയിലുണ്ട്. അപ്പൊ വളരെ സന്തോഷം ദിവ്യ. നമ്മൾ പറഞ്ഞ കാര്യം വാഗ്ദാനം പാലിക്കണം. 3ാം തവണ സിവിൽ സർവീസ് പരീക്ഷ എഴുതി, പരീക്ഷ പാസ്സായി, വിജയീ ഭവ. ഓക്കെ, നമുക്കിനി താഴോട്ട് പോയാലോ? ചെക്കൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് മടങ്ങാം. വിഷമമില്ലല്ലോ, നിരാശയില്ലല്ലോ, വേദനയില്ലല്ലോ. ഓക്കെ, അപ്പൊ താഴേക്ക് കുട്ടേട്ട. ലെവൽ 1. ദിവ്യ,
എന്തോ സർ? നമുക്ക് 1.5 ലക്ഷത്തിന്റെ ചെക്ക് നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വാങ്ങി മടങ്ങി പോകാം സന്തോഷമായിട്ട്. വരൂ. മൈജി നൽകുന്ന 1.5 ലക്ഷം രൂപയുടെ ചെക്കാണ്. ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. മിസ് ദിവ്യ എസ് ഫോർ പാർട്ടിസിപ്പേഷൻ ദ ഫ്ലവേഴ്സ് 1 കോടി. താങ്ക് യു, താങ്ക് യു. അപ്പൊ താങ്ക് യു ദിവ്യ. താങ്ക് യു സർ. അപ്പൊ വളരെ സന്തോഷം കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കരസ്ഥമാക്കും. അതെ അതെ, എനിക്ക് ഒരുപാട് സന്തോഷം ഈ ഫ്ലോറിൽ വരാൻ പറ്റിയാലും സാറിനെ കാണാൻ പറ്റിയാലും. ഓക്കെ, എനിക്കും സന്തോഷമുണ്ട്. താങ്ക് യു. താങ്കളുടെ മഹാവിജയത്തിന്റെ വീതി ഇതാ തുറന്നു കിടക്കും. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. വിജ്ഞാനത്തിന്റെ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നു പാലക്കാട് ഒലവക്കോട് വള്ളിക്കോട് നിന്ന് റെയ്ന ഷെറിൻ CA. അറിവിന്റെ ഉയരങ്ങൾ തേടുന്ന സ്വപ്നങ്ങളാണ് റെയ്ന ഷെറിൻ എന്ന +1 കാരിയുടെ പ്ലസ് പോയിന്റ്. പാലക്കാട് ഒലവക്കോട് വള്ളിക്കോട് ബിസ്മി മൻസിലിൽ പ്രവാസി മലയാളിയായ അബ്ദുൽ സമദിന്റെയും വീട്ടമ്മയായ തസ്ലിയുടെയും മകൾക്ക് സിവിൽ സർവീസിന്റെ ഉയരങ്ങളാണ് ലക്ഷ്യം. മുട്ടിക്കുളങ്ങര സെന്റ് ആൻസ് സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് റെയ്ന ഷെറിന്റെ പഠനം. സ്കൂളിലെ അടുത്ത കൂട്ടുകാരെ പോലെ വീട്ടിലെത്തിയാൽ അനുജൻ മുഹമ്മദ് ഇബ്രാഹിമാണ് റെയ്നയുടെ പ്രിയപ്പെട്ട കൂട്ട്. എഴുത്തും വായനയും ഏറെ ഇഷ്ടപ്പെടുന്ന റെയ്ന ഷെറിന് അറിവിലേക്കുള്ള യാത്രകളിൽ കൂട്ടായി ബന്ധുക്കളുടെ പ്രാർത്ഥനകളുമുണ്ട്. വിജ്ഞാനത്തിന്റെ വേരുകൾ കണ്ടെത്തുവാൻ പുസ്തകങ്ങൾ മാത്രമല്ല, പ്രകൃതിയോടുള്ള ഇഷ്ടവും റെയ്ന ഷെറിന് പ്രചോദനമാകുന്നു. പാലക്കാടിന്റെ പച്ചപ്പിൽ നിന്നും പുതിയ പ്രതീക്ഷകളുടെ തീരഭംഗികൾ തേടി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് റെയ്ന ഷെറിൻ. റെയ്ന ഷെറിൻ CA. യെസ് സർ. ഞാൻ കണ്ടില്ല കുട്ടേട്ടൻ എന്താ കാണിച്ചു കുട്ടേട്ടൻ? ഒരു ഹാർട്ട് കൊടുത്തതാ. ഹാർട്ട് കൊടുത്താ? യെസ്. കുട്ടേട്ടൻ മിക്കാരും ചരിഞ്ഞു കാണും. ഞാൻ വിചാരിച്ചു പോവാണെന്ന്. ഹൃദയം കൊടുത്താണ്. ഹൃദയം. കുട്ടേട്ട ഹൃദയം തരുന്നവരെ മനസ്സിലാക്കണം അല്ലേ? അതെ, മനസ്സിലാക്കണം. നമ്മൾ ഹൃദയത്തിൽ നിന്നല്ലേ തരുന്നത്. കുട്ടേട്ടന് നെഞ്ചെടുത്ത് കാണിച്ചിട്ട് ചെമ്പരത്തി പോവാന്നാ പറയുന്നത് അല്ലേ? റെയ്ന, നിങ്ങളുടെ നാട്ടിലേക്ക് കുട്ടേട്ടൻ വലിയ ഫേമസ് ആണോ? അഫ്കോഴ്സ്, എന്റെ അനിയൻ തന്നെ കുട്ടേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ്. വലിയ അസൂയുണ്ട് ഈ കാര്യത്തിൽ. എല്ലാവർക്കും ഭയങ്കര അസൂയുണ്ട്. വലിയ പ്രശ്നമാണ്. ഇപ്പൊ പുള്ളിക്ക് വേറെ അസുഖം തുടങ്ങി. പാട്ടുപാടല്ല, പല പല പ്രശ്നങ്ങൾ. നമുക്ക് ഹൃദയം കൊടുത്തില്ലേ? അത് വലിയ പ്രശ്നമാവും. മിക്കവാറും എനിക്ക് വന്ന് ഡിപ്രഷൻ അടിക്കാൻ സാധ്യതയുണ്ട്. ഡിപ്രഷൻ അടിച്ചാൽ ഞാൻ ഒപ്രസ് ചെയ്യും. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പ, അമ്മ, അനിയൻ. +1 എവിടെയാ പഠിക്കുന്നത് ഇപ്പോ? സെയിന്റ് ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ, മുട്ടിക്കുളങ്ങര. പള്ളിക്കൂടം എങ്ങനെയുണ്ട്? അത് അടിപൊളി സ്കൂളാണോ? സ്കൂളൊക്കെ അടിപൊളിയാ. ഇന്നിപ്പോ കൂടെ വന്ന ആരൊക്കെയാ? പപ്പ, അമ്മ, അനിയൻ, അങ്കിൾ. എല്ലാവരും ഇനി പോന്നോ? വീട്ടിൽ വേറെ ആരും ബാക്കി ആരുമില്ല. അപ്പൊ റെയ്ന, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ആദ്യം ഇരിക്കുന്നത് പപ്പ. ആ ബ്ലൂ ഷർട്ട് പപ്പയാണ്. പപ്പയുടെ പേര് അബ്ദുൽ സമദ്. അങ്ങ് ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പൊ ഗൾഫിൽ ഏത് നാട്ടിലായിരുന്നു? സൗദിയില്. സൗദി അറേബ്യയിലായിരുന്നു. കുറെ കൊല്ലം ഉണ്ടായിരുന്നു അവിടെ? ഇല്ല, ഒരു 6 വർഷം. അത്യാവശ്യം ജീവിച്ചുള്ള കാശൊക്കെ കിട്ടിയോ? അത് അത്രയൊന്നുമില്ല, നോർമലായിട്ട് ജീവിക്കാനുള്ളത് മാത്രമേ. അത് മതി, നമുക്ക് നോർമലായിട്ട് ജീവിച്ചാ പോരെ. ഇനിയിപ്പോ ഇദ്ദേഹം? മുഹമ്മദ് ഇബ്രാഹിം. ആരാണ് ഇദ്ദേഹം? ഞാൻ എന്റെ ചേച്ചിയുടെ അനിയനാണ്. ചേച്ചിയുടെ അനിയനാണ് അല്ലേ? ഇയാളുടെ ചേച്ചിയാണോ ഇത്? ആ ചേച്ചിയുടെ അനിയനാണോ ഇത്? ഈ അനിയന്റെ ചേച്ചിയാണോ ഇത്? ഓക്കെ. അപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 7th. മൊത്തം കൺഫ്യൂഷൻ ആയി ബന്ധം പറഞ്ഞ്. 7th ഏത് സ്കൂളില്? 7th സെന്റൻസ്. ആൺപിള്ളേരെ മാത്രം പഠിക്കുന്ന സ്കൂളാണോ അത്? അല്ല, മിക്സഡ് സ്കൂളിലാണോ പഠിക്കുന്നത്? പെൺപിള്ളേരെ കണ്ടാ പേടിയാവോ? അയ്യേ, എന്തിനാണത്? ഓക്കെ. ആരാ അടുത്ത കൂട്ടുകാരി? കൂട്ടുകാരിയൊന്നുമില്ല. ഇല്ല. കൂട്ടുകാരനോ? കൂട്ടുകാരൻ പറയുമ്പോ 2 പേരുണ്ട്. ഒന്ന് എന്റെ ഫ്രണ്ട് അമേഗും, പിന്നെ ഒന്ന് എന്റെ ഫ്രണ്ട് ഇൻഹാമും. ഇവരെല്ലാം കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലുള്ള ആൾക്കാരാണോ? അല്ല അല്ല, ഒറിജിനൽ ആൾക്കാരാ? ഓക്കെ, നന്നായി. അപ്പൊ ഇയാളോട് എനിക്ക് വേറെ 2 ചോദ്യമുണ്ട്, പിന്നാലെ വരാം അല്ലേ? ഇവിടെ മത്സരിക്കുന്നോ? ഇങ്ങോട്ട് വന്നൊന്ന് മത്സരിക്കുന്നോ? റെഡിയാണോ? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയോ? എന്നെ ഓടിക്കോ? ഇല്ലില്ല. ഓക്കെ. അങ്ങ്? മുഹമ്മദ് അഷ്റഫ്. മുഹമ്മദ് അഷ്റഫ്. എവിടെയാ വീട്? പാലക്കാട് ഡിസ്ട്രിക്ട് ആണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ എവിടെ? ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത്.
താങ്കൾ എന്ത് ചെയ്യുന്നു ഇപ്പോ? ടെക്നീഷ്യൻ ആണ്. കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ. കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സഹായിക്കണം, എന്നാലേ നമ്മുടെ പ്ലസ് 1 കാര്യം പ്ലസ് 2 ആക്കാൻ പറ്റൂ. അപ്പൊ തുടങ്ങാനല്ലേ? ഓക്കെ അല്ലേ? റെഡിയല്ലേ? അവൻ റെഡിയാണ്. ഈ റെയ്ന എന്നുള്ള പേരിടാൻ കാര്യം അത് പപ്പ റെയ്നയായിട്ട് എന്തെങ്കിലും ബന്ധം? ഇല്ല, അതുമായിട്ട് ഒരു ബന്ധമില്ല. അതിന്റെ അർത്ഥമൊക്കെ കണ്ടിട്ട് പപ്പയ്ക്ക് ഇഷ്ടായി. റെയ്ന ഷിറിൻ. സൗദി ഇരുന്ന വിട്ട പേരാണ്? അല്ല, നാട്ടിലുള്ളപ്പോ ഞാൻ ജനിച്ചതിന് ശേഷം പിന്നെയും പോയത് 2ാം പ്രാവശ്യം പോയത്. അതെ. നിങ്ങളെല്ലാം ഓടിച്ചു വിട്ടാണോ പപ്പയെ കൊണ്ടുവരാൻ വേണ്ടി? അല്ല, എനിക്ക് എന്ന് പറയുമ്പോ ഞാൻ അനിയൻ ജനിക്കുമ്പോ എനിക്കൊരു 4 വയസ്സാകുമ്പോഴാണ് പപ്പ പോയത് പിന്നെ തിരിച്ച്. ഓക്കെ, ഇയാൾ ജനിച്ചു കഴിഞ്ഞാ പോയത്? ഇയാൾ ജനിച്ചപ്പോ പപ്പയെ പറഞ്ഞ് ഗൾഫിൽ വിട്ടോ? എന്നിട്ട് പപ്പയുടെ എന്താ പറഞ്ഞ പോയപ്പോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ നമുക്ക് കളി തുടങ്ങാം. ഓക്കെ, നമുക്ക് തീരുമാനിക്കേണ്ട കാര്യം അറിയാലോ. മോൾക്ക് ടെൻഷൻ ഉണ്ടോ? ഹാർട്ട് ബീറ്റ് നടന്നു നോക്കിയാലോ? കുട്ടേട്ടന്റെ ഒരു പണിയുണ്ട്. ഹാർട്ട് ബീറ്റ് 109. വലിയ കുഴപ്പമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. അഥവാ അത് കൂടാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു ഔഷധം ഉണ്ട് ഇവിടെ. കുഞ്ഞിരാമന്റെ വെള്ളം. കുഞ്ഞിരാമ, പാനീയം കൊടുക്കൂ. മോൾ ഐശ്വര്യമായിട്ട് 4 ഓൾ വെള്ളം കുടിച്ച് കുടിച്ചു കുടിക്കണം. നിന്റെ പേരെന്താ പറഞ്ഞേ? മുഹമ്മദ് ഇബ്രാഹിം. മുഹമ്മദ് ഇബ്രാഹിം. അവിടെ ഇരുന്ന് നീ കുഞ്ഞിരാമ വീട്ടിൽ പോ എന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമ പോയിരിക്കും. കുഞ്ഞിരാമ വീട്ടിൽ പോ. മുഹമ്മദിന് അവിടെ വീട്ടിൽ നിൽക്കുമ്പോ അറിയായിരുന്നോ കുഞ്ഞിരാമൻ എന്നൊരാൾ ഇവിടെ ഉണ്ടെന്ന്? കുട്ടേട്ടനെ അറിയായിരുന്നോ? കുട്ടേട്ടനെ ഇഷ്ടമാണോ? കുട്ടേട്ടൻ എങ്ങനെ ആള്? വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന ആളാണോ? കുഴപ്പമില്ല. അമ്മ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ റീന എങ്ങനെയാ, നേരിട്ടാണോ ഒരു ചോദ്യത്തിലൂടെ? 10 ചോദ്യം 1 കോടി, 20 ചോദ്യം 1 കോടി. 20 ചോദ്യം 1 കോടി. കൺഫ്യൂഷൻ ഇല്ലല്ലോ? നോ കൺഫ്യൂഷൻ. എങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. റെഡി ആണല്ലോ? റിലാക്സ്ഡ് ആണല്ലോ? സന്തോഷമാണല്ലോ? ഓക്കെ. 10,000 രൂപയുടെ ആദ്യത്തെ ചോദ്യം. മോണിറ്റർ ഇങ്കർ പ്ലീസ്. ഇനി പറയുന്നവയിൽ ഏറ്റവും വില കൂടിയ ദ്രാവകം ഏതാണ്? ഓപ്ഷൻ എ ഡീസൽ, ഓപ്ഷൻ ബി മണ്ണെണ്ണ, ഓപ്ഷൻ സി പെട്രോൾ, ഓപ്ഷൻ ഡി പാല്, ഓപ്ഷൻ ഇ പച്ചവെള്ളം. ഓപ്ഷൻ സി പെട്രോൾ. പെട്രോൾ ആയിരിക്കോ? പെട്രോൾ ആവാനാണ് സാധ്യത. ആത്മവിശ്വാസം ഉണ്ടേ പൂട്ടിക്കോളൂ. യെസ് സർ. ഓപ്ഷൻ സി പെട്രോൾ. പൂട്ടാമോ? യെസ് സർ. പൂട്ടി. പെട്രോൾ ആണ് ഏറ്റവും വില കൂടിയ ദ്രാവകം എന്നാണ് റെയ്ന പറഞ്ഞിരിക്കുന്നത്. യെസ് സർ. റെയ്ന വലിയൊരു പേടിത്തൂരിയാണ്. അങ്ങനൊന്നുമില്ല. ആര് പറഞ്ഞു? ഇല്ല. ഒരുപാട് ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണുന്നു പറഞ്ഞു. ഉറക്കത്തിൽ ദുസ്വപ്നം ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ. തവളെ പേടിയാണ്, തേരട്ടെ പേടിയാണ്, ബ്രോംഷോക്കിലെ ട്രാക്കുളെ പേടിയാണ്. അല്ല, അത് തവളയും തേരട്ടയും ഭയങ്കര പേടിയാ. തേരട്ട സാധനം തവളെ കണ്ടിട്ടുണ്ടോ ജീവനോട്? ജീവനോടെയൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ട് ഞാൻ ഓടിയിട്ടുണ്ട്, അങ്ങനെ നിലവിളിച്ചിട്ടൊക്കെ ഉണ്ട്. അതിനെ കണ്ടെത്തോ? അതിന് ഈ 2 കണ്ടിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കക്ഷിക്ക് പേടിയുണ്ടോ? ഇല്ല, അവൻ ചില സമയത്ത് ഒന്ന് രക്ഷിക്കാറുണ്ട്. അതെ. അവന് തേരട്ടെ എടുത്ത് പോക്കറ്റ് ഇടുന്നവനാണോ? അങ്ങനെയൊന്നുമില്ല. അല്ല, താങ്കൾ ഒരിക്കലും ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു, അന്യഗ്രഹത്തിൽ നിന്ന് ഒരു അറ്റാക്ക്, ഒരു ഗ്രഹത്തിൽ നിന്ന് ആരോ വന്ന് താങ്കളെ പിടിച്ചോണ്ട് പോകുന്നതായിട്ട്. അത് ദുസ്വപ്നമായിട്ടല്ല. ഇപ്പൊ നമ്മള് ഫിലിംസ് ഒക്കെ കാണില്ല, അതൊക്കെ കണ്ടിട്ട് എനിക്കിപ്പോ സ്കൂളില് പുറത്തായിട്ടൊക്കെ നമ്മള് പോയില്ലേ, അപ്പൊ ഇനി എങ്ങാനും പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയത്ത്, ആരും ഇല്ലാത്ത സമയത്ത് എങ്ങാനും കൊണ്ട് പിടിച്ചോണ്ട് പോകുന്ന ഒരു പേടി. എന്തെങ്കിലും അമാനുഷിക ശക്തി എനിക്കുണ്ടോന്ന് എനിക്ക് തന്നെ ഒരു സംശയം, ചെറുതായിട്ടൊരു സംശയം. ഈ അമാനുഷിക ശക്തി ഉണ്ടോ നമ്മളിവിടെ അറിയും. ഇപ്പൊ അറിയും. വില കൂടിയ ദ്രാവകം പെട്രോൾ ആണോ നമുക്കറിയാം. അമാനുഷിക ശക്തി വെച്ച് താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 10,000 രൂപയുടെ ചോദ്യമാണ് താങ്കൾ ഉത്തരം പറഞ്ഞ് കൈക്കലാക്കിയത്. ഓക്കെ. അപ്പൊ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് വഴി ചോദിച്ചില്ലേ? അത് കണ്ടിട്ട് ഭയന്നില്ലേ? അത് കണ്ടിട്ട് രാത്രിയിലോ പകലോ? പകലായിരുന്നു, ഒരു ഉച്ച സമയത്ത്. വഴി വെച്ചിട്ടാണോ ചോദിച്ചത്? ഞാൻ എന്റെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിനകത്ത് നിൽക്കുമായിരുന്നു, ഒറ്റയ്ക്ക് നിൽക്കായിരുന്നു? അല്ല, അനിയൻ അപ്പുറത്തുണ്ടായിരുന്നു, റോഡിന്റെ അപ്പുറത്ത്.
ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ഈ ഓട്ടോക്കാരൻ വന്ന് വഴി ചോദിച്ചു. എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ അവിടെ നിൽക്കുന്നുണ്ടപ്പോ എനിക്കൊരു ടെൻഷൻ, എന്നെ എങ്ങാനും കടത്തി കൊണ്ടുപോകുന്നു. ഭയങ്കര ടെൻഷൻ. എപ്പോഴും ഒരു പേടിയാ. അതെന്താന്ന് വെച്ചാൽ ഈ ഫിലിംസ് ഒക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ 10th പഠിക്കുന്ന വരെ ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ ബസ്സിന് ഒന്നിനും പോയിട്ടില്ല. സ്കൂൾ ബസ് അല്ലെങ്കിൽ പപ്പ അമ്മ. അപ്പൊ പോകുമ്പോ ഈ ഫിലിംസ് ഒക്കെ കണ്ടിട്ട് അതെന്താന്ന് വെച്ചാൽ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവാ. ഓ നെഗറ്റീവ്. അപ്പൊ റെയർ ആണല്ലോ. അപ്പൊ എന്റെ ഓർഗൻസ് എവിടെയെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ തട്ടിക്കൊണ്ടുപോയിട്ട് ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യില്ല. അപ്പൊ അതൊക്കെ പേടി. അങ്ങനെ നോട്ടോട്ട് വെച്ചിരിക്കേ കൊച്ചി എപ്പോഴും രൂക്ഷമായി. ഞാൻ കൂളായി ഇങ്ങനെ നിന്നു. മനസ്സിൽ ഇയാൾ ഇങ്ങോട്ട് ഇദ്ദേഹം ഇങ്ങനെയാ വരുന്ന വെച്ചാൽ ഇങ്ങനെ ഓടാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നു. ഓക്കെ, മാത്രല്ല അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ വന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാലെ നേരിടാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അപ്പൊ അവിടെ നേരിടാനൊക്കെ എങ്ങനെയായിരിക്കും ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ട് തട്ടിക്കൊണ്ടുപോകാൻ വന്നാൽ എങ്ങനെ നേരിടും? ഞാൻ അവിടെ നിന്നിട്ട് ആദ്യം പിന്നെ എനിക്കറിയാം അനിയൻ അവിടെ ഉണ്ടെന്ന്. ചീത്ത വിളിക്കോ കണ്ണി കുത്തുവോ? കണ്ണി കുത്തായിരിക്കും. വീക്ക് പാർട്ട് അവിടെ അല്ലേ, നമുക്ക് ഇങ്ങനെ നോക്കാം. കുഴപ്പമില്ല, നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം ആദ്യം. അല്ലാതെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും പ്ലാനിങ്. എന്നോടാ പറയുന്നത് രാത്രി കിടന്ന് ഇങ്ങനെ ദുസ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിച്ചു? ഇല്ല, ഞാൻ വീട്ടിൽ വന്നപ്പോ പറയും ഇങ്ങനെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ അറിയാം നമുക്ക് ജീവിതത്തിൽ നടക്കുന്നതല്ലേ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായി. തിരുട്ട് ഗ്രാമത്തെ കുറിച്ച് വായിച്ചിട്ട് രാത്രി കിടന്ന് പേടിച്ചില്ലേ? അതെന്താന്ന് വെച്ചാൽ ഇവര് ആ സമയത്ത് പാലക്കാട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എന്റെ പാലക്കാട് ആൾക്കാർ വരുമോ അതറിയത്തില്ല. കാരണം പറളി നടക്കുന്നുണ്ടോ അവിടെ? അത് വള്ളിക്കോടിനകത്ത് ഞാൻ താമസിക്കുന്നതിന്റെ അടുത്ത പറളിയൊക്കെ. അപ്പൊ അവിടെയൊക്കെ വീട്ടിൽ കയറി പറഞ്ഞു പറളി. അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷൻ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അവരേറ്റാ വീട്ടിൽ വന്ന് നീ രാത്രി ഉറങ്ങുമ്പോ കണ്ടു വിചാരിക്കും, കാണാത്ത പോലെ അങ്ങ് ഉറങ്ങിക്കോണം. വീട്ടിലുള്ള ഒക്കെ എടുത്തു പറഞ്ഞു. നിന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോട്ടെ, നീ ഡെഡ് ആയ പോലെ നീ അങ്ങ് വിചാരിച്ച് കിടക്കണം. ഒരിക്കലും സൗണ്ട് ഉണ്ടാക്കരുത്, ആരെയും വിളിക്കരുത്, അങ്ങനെ കിടന്നോളവ് കൊണ്ടുപോയിക്കോട്ടെ. കാരണം എന്താ വെച്ചാൽ നിലവിളിച്ചു കഴിഞ്ഞാൽ അവര് നിന്നെ അങ്ങ് കൊല്ലും. പിന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അത് കാരണം ഞാൻ ആ ഒരു വീക്ക് ആൾക്കാരാണെങ്കിലോ അത് അങ്ങനെയാണെങ്കിൽ അത്രയും പ്രശ്നമില്ല. പക്ഷെ ആ ടൈം കിടക്കണം. എന്നിട്ട് അവര് പുറത്ത് പോയി എന്ന് ഉറപ്പുവരുത്താം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ലൈറ്റ് ഒക്കെ ഇടുക, ഫോൺ വിളിക്കാൻ നെയ്ബേഴ്സിനെ. അതുവരെ ഒന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്താന്ന് ഇട്ടിട്ടുണ്ട്. തിരുട്ട് ഗ്രാമക്കാരൻ വിഷമിച്ചു പോകും. അപ്പൊ അതങ്ങനല്ല, നമ്മൾ വേളം ഉണ്ടാക്കണം. വേളം വെച്ച് ആൾക്കാരെ ഉണർത്തണം. അതെന്താ വെച്ചാൽ ആ സമയത്ത് അവിടെ ഫുൾ സ്പ്രെഡ് ആയ ന്യൂസ് എന്താ വെച്ചാൽ എന്തെങ്കിലും ചെയ്ത് അവര് നമ്മളെ നന്നായി ആക്രമിക്കുക. അതിനൊക്കെ ട്രെയിൻഡ് ആയ പീപ്പിൾ ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രെയിൻഡ് പീപ്പിൾ വന്നാൽ നമ്മളെ നിശബ്ദമായിട്ട് കിടക്കണം. അവര് എന്താ വേണം ചെയ്തു. അങ്ങനെയൊന്നും പഠിച്ചു നോക്കരുത് നമ്മള് കേട്ടോ. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ചാൽ പ്രശ്നമാവും. ഇനി ഒരു കാര്യം ചെയ്യാം, അതിന്റെ ഒരു പണിഷ്മെന്റ് 20,000 രൂപയുടെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാ. 20,000 മോണിറ്റർ. ചോദ്യം ഇതാണ്: ഏത് കായിക ഇനത്തിലെ ട്രോഫിയാണ് ഫിഫ വേൾഡ് കപ്പ്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഫുട്ബോൾ, ഓപ്ഷൻ സി ഹോക്കി, ഓപ്ഷൻ ഡി വോളിബോൾ, ഓപ്ഷൻ ഇ ചെസ്. ആലോചിച്ച് പറയണം. 20,000 രൂപയുടെ ചോദ്യമാണ്. റൈന? ഓപ്ഷൻ ബി ഫുട്ബോൾ. കൂട്ടാമോ? യെസ് സർ. കൂട്ടോ? യെസ് സർ. ഡേ കുഞ്ഞിരാമ, കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ജയിക്കും. ഞാൻ ജയിക്കും. അല്ല, ശരിയാണോ? ചേച്ചിയുടെ പൈസ കളയരുത്. ശരിയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാ? റൊണാൾഡോ. പിന്നെ അല്ല, ഉത്തരം ശരിയാണ്. ഫുട്ബോളാണ് ശരി ഉത്തരം. 20,000 രൂപ കൈ കിട്ടി. പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? പൈസ കൊണ്ട് എനിക്ക് എന്റെ തുടർ വിദ്യാഭ്യാസം അടിപൊളിയാക്കണം. അത്രേ ഉള്ളൂ. ഫസ്റ്റ് വൺ. ഉപ്പ അന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൈസയൊക്കെ ബാക്കി ഇരിപ്പില്ല? ഇല്ല, ബാക്കി ഇരിപ്പില്ല. എല്ലാം തീർത്ത് കളഞ്ഞു. അത് ബിസിനസ്സിലൊക്കെ യൂസ് ചെയ്തു. പപ്പ ബിസിനസിനും ഇതിനും വീടൊക്കെ അങ്ങനെ ആയിട്ട് ആദ്യം. എന്ത് ബിസിനസ്സാ പപ്പ നടത്തിയത് ഇവിടെ വന്ന്? ഞാൻ ഇവിടെ വന്നിട്ട് തേങ്ങയുടെ ബിസിനസ് തുടങ്ങി. തേങ്ങ ചതിച്ചോ? തേങ്ങ ചതിച്ചില്ല, നമ്മൾ ചതിച്ചു. നോട്ട് ചതിച്ചു പറയാ. നോട്ട് നിരോധനം വന്നതിൽ എല്ലാവർക്കും ഒരു അടിയായി. ഒരു അടിയായി. ഓക്കെ, നമുക്ക് നോക്കാം. ഇനിയിപ്പോ നമുക്ക് 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാം. 30,000. ഓക്കെ, മോണിറ്റർ. ഒരു പഴഞ്ചൊല്ലാണിത്. 30,000 രൂപയുടെ ചോദ്യമാണ്. സൂക്ഷിച്ച് മറുപടി വരണം. വഞ്ചി ഇപ്പോഴും ഡാഷ് തന്നെ. എവിടെയാണ് ആ വഞ്ചി കിടക്കുന്നത്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി തിരുനാവായ, ഓപ്ഷൻ സി തിരുമൂലപുരം, ഓപ്ഷൻ ഡി തിരുനക്കര, ഓപ്ഷൻ ഇ തിരുവാണി. നമുക്ക് പിടിവള്ളി എടുക്കാം സർ. പിടിവള്ളി എടുക്കാം. ആരുടെ പിടിവള്ളി? നമുക്ക് അവിടെ ഫാമിലിയുടെ പിടിവള്ളി. ഫാമിലിയുടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ. തിരുനക്കര തന്നെ. തിരുനക്കര ആണല്ലേ?
കൂട്ടുന്നോ? യെസ് സർ. ഉപ്പ പറഞ്ഞത് സംഭവം വാസ്തവായിരിക്കുമോ? ആയിരിക്കും. എനിക്ക് എന്തായാലും അതില് അറിയില്ല. ആ അപ്പൊ ഓപ്ഷൻ ഡി പൂട്ടാം, തിരുനക്കര. പരാജയപ്പെട്ടാൽ ഉപ്പയുടെ തല ഇട്ട് കൊടുക്കാം. ഏയ് കുഴപ്പമില്ല, ഇതുവരെ എത്തിയില്ലേ. 16 അല്ലേ ആയിട്ട്. ഇത് ശരിയായിരിക്കൂടെ? ഏടാ ഉപ്പയൊക്കെ വിശ്വാസമാണോ? ആണ്. ഓക്കെ, അവനും വിശ്വാസമാണ്. യെസ് സർ. അപ്പോ തിരുനക്കര അങ്ങ് പൂട്ടാമോ? യെസ് സർ. തിരുനക്കര പൂട്ടി. ഓപ്ഷൻ ഡി ആണ് താങ്കൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ഉത്തരം താങ്കൾ പറഞ്ഞ ഉത്തരം വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. ഉത്തരം ശരിയാണ്. അപ്പം 30,000 രൂപയുടെ ചോദ്യത്തിന് മറുപടി. ഇനി 40,000 രൂപയുടെ ചോദ്യം. യെസ് സർ. പുസ്തകങ്ങളൊക്കെ വായിക്കോ? അല്ല, കുറവാണ്. സിനിമ കണ്ടാണോ ഈ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണുന്നത്? ആ സിനിമയും പ്രത്യേകിച്ച് ന്യൂസാണ്. ന്യൂസ് ഒക്കെ കാണുമ്പോ, സിനിമ എന്ന് പറയുമ്പോ അതിൽ ഫിക്ഷൻ, ഇപ്പൊ ഏലിയൻ അങ്ങനെ അന്യഗ്രഹം, അതൊക്കെ ഈ ന്യൂസ് ഒക്കെ അന്യഗ്രഹങ്ങളിൽ നിന്ന് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാല് ഈ കുങ്ഫു കരാട്ടെ ഒക്കെ പഠിച്ചാൽ ശരിയാവുമെന്ന് ഉപ്പയോട് പറഞ്ഞോ? ഇല്ല ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അത് എന്തോ നമുക്ക് പഠിക്കണമെന്ന് പറഞ്ഞത്? അന്യഗ്രഹ ജീവി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ നമ്മളെക്കാൾ അഡ്വാൻസ് ടെക്നോളജി ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ എത്താൻ പറ്റത്തില്ലല്ലോ. നാസയൊക്കെ ഇപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലോ, വേറെ ഒരു പ്ലാനറ്റ് ഒക്കെ ഉണ്ടോ. മറ്റ് ഗ്രഹങ്ങളിൽ മനുഷ്യരുണ്ടെന്നാണോ വിശ്വാസം? മനുഷ്യരുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല, പക്ഷെ ഇങ്ങനെ ഏലിയൻസ് ഒക്കെ വിശ്വാസം കുറവ്. പക്ഷെ എന്നാലും എനിക്ക് വല്ല കഴിവുണ്ടോന്ന് ഈ ഓരോന്ന് ഇങ്ങനെ കാണുമ്പോ ഒരു തോന്നൽ. ഈ അമാനുഷ്യമായ കഴിവുണ്ടെന്നും പറഞ്ഞാണ് രാവിലെ എഴുന്നേക്കുന്നത് അല്ലേ? ഇല്ല, രാവിലെ എഴുന്നേക്കണില്ല. ഇപ്പൊ സ്കൂളിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പുറത്ത് ബസ് സ്റ്റോപ്പിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഇങ്ങനെ ചെറുതായി തോന്നും. നമുക്കിനി 40,000 രൂപയുടെ ചോദ്യമാണ്. വീട്ടിൽ ജോലിയൊക്കെ ഉപ്പയാണോ ചെയ്യുന്നത്? അല്ല അല്ല അല്ല, ആര് പറയുന്നത് കേട്ട്? അല്ല അല്ല, പപ്പയൊന്നല്ല ചെയ്യുന്നത്, ഉമ്മ ചെയ്യും, ഞാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ 2 കുട്ടികളല്ലേ ഉള്ളൂ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. Yes, sir. 40,000. ഓക്കെ, മോണിറ്റർ. ചോദ്യം ഇതാണ്. 40,000 രൂപയുടെ ചോദ്യമാണ്. നമ്മുടെ മത്സരം മുറുകി വരികയാണ്. സൂക്ഷിച്ച് സംസാരിക്കണം. Yes, sir. ഏത് ജില്ലയിലാണ് ഗവി? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി പത്തനംതിട്ട, ഓപ്ഷൻ ഇ മാഹി. ഗവി ഏത് ജില്ലയിലാണ്? ഗവി ഇടുക്കിയിലാന്ന്. മൂന്നാറിലൊക്കെ ഇങ്ങനെ പോയിട്ട് വരുമ്പോ പറയാറുണ്ട്. ഒരു സംശയമുണ്ട് എനിക്ക്, ഇടുക്കിയാന്ന്. പിടിവള്ളി വേണോ? ഉറപ്പിച്ചോ? ഓപ്ഷൻ സി ഇടുക്കിയാന്ന് ഡൗട്ട് ഉണ്ട്. ഡൗട്ടുണ്ട്. ഡൗട്ടാണ്. ഡൗട്ട് ഇല്ല, ഇടുക്കിയാന്നാണ് ഒരു. അത് ഉറപ്പിക്കാൻ പോവാണോ? സംശയമുണ്ടോ? ഇല്ല സർ. ഉറപ്പാണോ? യെസ് സർ. അപ്പൊ താങ്കൾക്ക് ഉറപ്പിക്കാം ഇടുക്കിയെന്ന് യെസ് സർ. അല്ലേ? ഉറപ്പിക്കട്ടോ? ഞാൻ യെസ് സർ. ഉറപ്പിച്ചു. പൂട്ടട്ടോ? യെസ് സർ. ഇടുക്കി പൂട്ടി. +1 വിദ്യാർത്ഥിനി. യെസ് സർ. റൈന. യെസ് സർ. ഗവി ഏത് ജില്ലയിലാണെന്നായിരുന്നു എന്റെ ചോദ്യം. താങ്കൾ ഇടുക്കി എന്ന് പറഞ്ഞു. ഞാൻ ഉത്തരം പൂട്ടി. ഇനിയിപ്പോൾ ഞാനത് തുറക്കുന്നു. തുറന്നു കിട്ടുമ്പോൾ റൈന, ഞാനത് പൂട്ടി, ഞാനിത് തുറക്കുന്നു. മത്സരഫലം വരികയാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഗവി ശരിക്കും പത്തനംതിട്ട ജില്ലയിലാണ്. ഡൗട്ട് ഉണ്ടായിരുന്നു. ആ, ഡൗട്ട് ഉണ്ടെങ്കിൽ പിടിവള്ളി ചോദിക്കണ്ടേ? പത്തനംതിട്ട ഇടുക്കിയായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നേ. ഇടുക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു മോള് പിടിവള്ളി പറയും. പക്ഷെ ഞാൻ അവതാരകനല്ലേ, ഞാൻ നിർബന്ധിച്ച് പിടിവള്ളി ഇടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. യെസ് സർ. ഓക്കെ, വിഷമായോ? ഇല്ല ഇല്ല, 16 വയസ്സല്ലേ ആയുള്ളൂ. ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുള്ള ആളല്ലേ? യെസ് സർ. ഓക്കെ, പക്ഷെ ഈ വേദിയിൽ വന്നില്ലേ? Yes, sir. ഒരുപാട് ടെസ്റ്റിന്റെ കടമ്പകളൊക്കെ കടന്ന് ഈ വേദിയിൽ വന്നു യെസ് അല്ലേ? സർ. അപ്പൊ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. യെസ് സർ. സന്തോഷം. മോളും ഞാനും കൂടെ പരിചയത്തിലായി. യെസ് സർ. ഇപ്പൊ എനിക്ക് ഒലവക്കോട്ട് ഒരാളായി. Yes. ഹലോ റൈന എന്ന് എനിക്ക് ചോദിക്കാൻ ഒരാളായി അല്ലേ? യെസ് സർ. അപ്പൊ റൈന ഹാപ്പി അല്ലേ? യെസ് സർ. ഓരോ അടി വീഴുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനേക്കാളും മുന്നോട്ട് കുതിക്കണം. മുന്നോട്ട് കുതിക്കണം. കുതിക്കുമല്ലോ? യെസ് സർ. ഇതൊക്കെയില്ലല്ലോ. ഇല്ല ഇല്ല ഇതപ്പോ പാടില്ല, കുതിപ്പേ പാടും. യെസ് സർ. അപ്പം ആ ഒരു ആഗ്രഹത്തോടെ നമുക്ക് തൽക്കാലം പിരിയാം. യെസ് സർ. അപ്പൊ ചെക്ക് തരാം. ഓക്കെ, 3000 രൂപയുടെ ചെക്ക്. അതായത് ഏറ്റവും വിലയുള്ള സാധനം എന്താ? പെട്രോള് അല്ലേ? പെട്രോൾ. യെസ് പെട്രോൾ സർ. അടിക്കാനുള്ള പൈസ. യെസ് സർ. റൈന ഷിറിൻ സിയെ, താങ്കൾക്കുള്ള 3000 രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിടുന്നു. അപ്പൊ മോള് വരൂ, നമുക്ക് സന്തോഷമായിട്ട് ചെക്ക് വാങ്ങി. അപ്പൊ ഇത് പെട്രോൾ അടിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ. യെസ് സർ. 3000 രൂപയുടെ ചെക്ക്. റൈന ഷിറിൻ CA. അപ്പൊ ഇനി അതിലും വലിയ കാര്യം, വലിയ വിലയുള്ള സാധനമാണ് ഇത്. സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു മിസ് റൈന ഷിറിൻ CA ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ്. 1 കോടി. ഓക്കെ, മോള് മിടിക്കായിട്ട് വരൂ. യെസ് സർ. ഓക്കെ, യെസ്. നന്നായിട്ട് വരൂ. നല്ല മെറിറ്റ് ഒക്കെ ഉണ്ടാക്കൂ യെസ് സർ. കേട്ടോ. പഠിച്ച് പിടിക്കാവൂ. യെസ് സർ. ഓക്കെ, ഇതുവഴി വിജയത്തിന്റെ വഴിയാണ് മോളെ.
ഇന്നത്തെ മത്സരം ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ.